കെമിക്കൽ റിയാക്ഷൻ. ആ കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ, കെമിക്കൽ റിയാക്ഷൻ നടന്നതിന് ശേഷം നമുക്ക് കിട്ടുന്നത് ഗേഷ്യസ് പ്രോഡക്ട്സ് ആണെന്ന് കരുതുക. എന്താണ് കിട്ടുന്നത്? ഗേഷ്യസ് പ്രോഡക്റ്റ്. അതായത് പ്രോഡക്ട്സ് അപ്പോൾ ഏത് സ്റ്റേറ്റിലായിരിക്കും? ഗേഷ്യസ് സ്റ്റേറ്റിലായിരിക്കും. പ്രോഡക്റ്റ് ഏത് സ്റ്റേറ്റിലായിരിക്കും? ഗേഷ്യസ് സ്റ്റേറ്റിലായിരിക്കും എന്ന് കരുതുക. ഒരു കെമിക്കൽ റിയാക്ഷൻ നടന്നു. ആ കെമിക്കൽ റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ഏത് സ്റ്റേറ്റിലാണ്? ഗേഷ്യസ് സ്റ്റേറ്റിലാണ്. അങ്ങനെ ഗേഷ്യസ് സ്റ്റേറ്റിലാണെങ്കിൽ അവർ തമ്മിലുള്ള റേഷ്യോ എന്ത് റേഷ്യോ ആയിരിക്കും? ആ ഗ്യാസസ് തമ്മിലുള്ള റേഷ്യോ എന്ത് റേഷ്യോ ആയിരിക്കും? എഗെയിൻ സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ ആയിരിക്കും. ഓക്കെ. When gases combine to form gaseous products, എന്താണ് സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാണ് വരുന്നത്? When gases when gases combine to form gaseous products, അല്ലേ? എന്താ എഴുതിയതിന്റെ അർത്ഥം ആലോചിച്ച് നോക്കിയേ. ആര് ചേർന്ന് ആരുണ്ടാവുന്നു? When ആരാണ് കൂടി ചേരുന്നത്? ഗ്യാസസ്. അപ്പൊ റിയാക്ടന്റ് സൈഡ് എന്താണ്? ഗ്യാസ് ആണ്. When gases എന്താണ് combine to form gaseous product. അപ്പൊ ഗ്യാസ് ചേർന്നിട്ട് എന്തുണ്ടാവാണ്? എന്തെന്നെ ഉണ്ടാവണേ? ഗ്യാസ് തന്നെ ഉണ്ടാവുന്ന ഒരു കേസാണെന്ന് കരുതാം. അങ്ങനെയാണെങ്കിൽ their volumes are in simple whole number ratio. Their volumes are in simple whole number ratio. വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഗ്യാസസ് ചേർന്ന് ഗ്യാസസ് ഉണ്ടാവുകയാണെങ്കിൽ അവരുടെ കഴിഞ്ഞ കേസുകളിലൊക്കെ നമുക്ക് റേഷ്യോ പറഞ്ഞത് എന്തിന്റെ റേഷ്യോ ആയിരുന്നു? മാസിന്റെ റേഷ്യോ ആയിരുന്നു, അല്ലെ? മാസ് അല്ലെങ്കിൽ വെയിറ്റ് ആയിരുന്നു. ഇവിടെ ഗ്യാസസിന്റെ കേസിലേക്ക് വരുമ്പോൾ ആര് തമ്മിലുള്ള റേഷ്യോ ആണ് പറയുന്നത്? their volumes are in simple whole number ratio. ഓക്കെ, വളരെ സിമ്പിൾ ആണ്, അല്ലെ? അപ്പൊ ഒരു ഉദാഹരണം നോക്കാം, നമുക്ക് ശ്രദ്ധിക്കുക. അതായത് ഇപ്പോ ഹൈഡ്രജൻ ഗ്യാസും അതുപോലെ എന്താണ് ഓക്സിജൻ ഗ്യാസും ചേർന്നിട്ട് എന്തുണ്ടാവാണെന്ന് കരുതുക? സ്റ്റീം ഉണ്ടാവുകയാണെന്ന് കരുതുക. 2H2O. അത് ഗേഷ്യസ് സ്റ്റേറ്റിൽ തന്നെയാണ് കേട്ടോ. അപ്പൊ എന്താ സംഭവിക്കുക? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഹൈഡ്രജൻ 1 മോള് 2 മോള്, അല്ലെ? 2 മോള് ഹൈഡ്രജൻ ആണ്. അപ്പോ ഇവിടെ എത്രയാണ് വോളിയം വരിക? 2 × 22.4. ഓർമ്മയുണ്ടോ ഈ 22.4? 10ൽ പഠിച്ചിട്ടില്ലേ? എന്തോടാ 1 മോള് ഏത് ഗ്യാസ് എടുത്താലും അതിന്റെ വോളിയം എത്രയാ? 22.4 ആയിരിക്കും. അപ്പൊ 2 മോൾ എടുത്താൽ 2 × 22.4, അല്ലെ? ഇവിടെ എത്രയായിരിക്കും? ഇവിടെ എത്ര മോൾ ഓക്സിജനാ? ഉറക്കെ പറഞ്ഞേ. 2 മോളാ? 1 മോളല്ലേ ഉള്ളോ? ഇവിടെ 1 മോളേ ഉള്ളൂ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ എത്ര സ്റ്റീം കിട്ടും? 2 × 22.4 കിട്ടും. കിട്ടിയോ? അപ്പൊ ഇതിന് ഈ ലോയില് 22.4 വേണ്ട, ശരിക്കും വേണ്ട. ഇവിടെ ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും എന്താ വോളിയംസ് തമ്മിലുള്ള റേഷ്യോ എത്രയായിരിക്കും? 22 കട്ടായി പോയി കഴിഞ്ഞാൽ ബാക്കി എത്രയാ? 2:1. കിട്ടിയാ പറഞ്ഞത്? അപ്പൊ ഗ്യാസസ് ചേർന്ന് എന്തുണ്ടാവുന്നു? പറയൂ, ഗ്യാസസ് ചേർന്ന് എന്തുണ്ടാവുന്നു? ഗ്യാസസ് ഉണ്ടാവുന്ന കേസുകളില് അവരുടെ വോളിയത്തിന്റെ റേഷ്യോ എന്താ? പറയടാ, ഒരു എനർജി ഇല്ലല്ലോ, ഉഷാറായി വരാണ്ട്. എന്താണ് വോളിയത്തിന്റെ റേഷ്യോ? എന്തായിരിക്കും? സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ ആയിരിക്കും. കുഴപ്പമുണ്ടോ? സംഗതി എളുപ്പല്ലേ? അപ്പൊ ഒന്നുകൂടെ പറഞ്ഞേ. ഗ്യാസസ് combine to form gaseous products. Their volumes are in simple whole number ratio at constant temperature and pressure. ഈ ഗ്യാസസ് ആയിട്ട് വന്നു കഴിയുമ്പോൾ അപ്പം തന്നെ വരുന്ന സാധനങ്ങളാണ്, അല്ലെ? കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. കാരണം ഇവിടെ ആരാ എടുക്കണേ? വോളിയം. 10ൽ പഠിച്ചിട്ടുണ്ടാവില്ലല്ലോ, അല്ലെ? വോളിയം വന്നു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ പ്രഷർ എന്താക്കും? നമ്മള് കോൺസ്റ്റന്റ് ആകും, അല്ലെ? ടെമ്പറേച്ചർ മാറി വെച്ച് കഴിഞ്ഞാൽ പ്രഷറും വോളിയം എന്താക്കും? കോൺസ്റ്റന്റ് ആക്കും. 10ൽ പഠിച്ചിട്ടില്ലേ? ബോയിൽസ് ലോ, ചാൾസ് ലോ ഒക്കെ പഠിക്കാല്ലേ? ഇല്ലേ? അപ്പോ അതുപോലെ അപ്പൊ അത് നോക്കണ്ട. അപ്പൊ ലാസ്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് കൂടെ കേട്ടോ. എന്താണ്? അറ്റ് കോൺസ്റ്റന്റ് ആരാ? കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ഇനിയാണ് എന്ന് പറയുന്നത് ഗേ ലുസാക്സ് ലോ എന്ന് പറയുന്നത്. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് നീതി വെച്ച് കണ്ടുപിടിച്ച ആള് ബ്രാക്കറ്റിലെ ഗേ ലുസാക്ക്. അയാളുടെ പേര് തന്നെയാണ് ഗേ ലുസാക്ക്. ഇനിയിപ്പോ ഡാൽട്ടന്റെ ആറ്റമിക് തിയറി, ആറ്റമിക് മാസ് അങ്ങനെ കയറി പോവാം. എംപിരിക്കൽ ഫോർമുല, പിന്നെ മോളാർ കൺസെപ്റ്റ്. മോൾ കൺസെപ്റ്റിലാണ് നമ്മൾ കൊടുക്കുക വന്നിട്ട് അവസാനം, അല്ലേ? അപ്പൊ അറിയാം 10ാം ക്ലാസ് പഠിച്ചിട്ട് ഗുണം എന്താന്നുള്ളത്. മോളുടെ കണക്കുകളൊക്കെ ചെയ്തിട്ടില്ലേ 10ാം ക്ലാസ്സില്? എന്താ പാടത്തിന്റെ പേര് കെമിസ്ട്രിയില്?
മോൾ കൺസെപ്റ്റ് തന്നെയാ മറന്നാ പഠിച്ചത്. When gases combine to form gaseous products, their volumes are in a simple whole number ratio at a constant temperature and constant temperature and pressure. At a constant temperature and pressure. At a constant temperature and pressure. ഈ ലെവലിൽ ബുദ്ധിമുട്ടുണ്ട് മനസ്സിലാക്കാൻ പ്രശ്നമില്ല. ഗ്യാസസ് ചേർന്ന് എന്തുണ്ടാവുകയാണ്? ഗ്യാസ് ഉണ്ടാവുകയാണ്. ഗ്യാസസ് ചേർന്ന് എന്തുണ്ടാവുന്നത്? ഗ്യാസസ് ഉണ്ടാവുകയാണെങ്കിൽ ഗ്യാസസിന്റെ റേഷ്യോ വോളിയത്തിന്റെ റേഷ്യോ എന്തായിരിക്കും? സിമ്പിൾ വോൾ നമ്പർ റേഷ്യോ. വോളിയം റേഷ്യോ എന്തായിരിക്കും? സിമ്പിൾ വോൾ നമ്പർ റേഷ്യോ. നമ്മുടെ പ്ലസ് 1 റിസൾട്ട് വന്നിട്ടുണ്ട്. 3 പേർക്ക് ഫുൾ എ പ്ലസ് ഉണ്ട്. പിന്നെ ഒരു 6 പേർക്ക് 5 എ പ്ലസ്, 4 പേർക്കാണോ 3 പേർക്ക് 4 എ പ്ലസ് വന്ന് കിട്ടും. വലിയ കുഴപ്പമില്ല. കുറെ പേർക്ക് എന്താ 95, 90 ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ 85 കുറച്ച് പേർക്ക് ഉണ്ട്. നല്ല റിസൾട്ടാണ്. ഈ റിസൾട്ടില് മാഷിന്റെ അടുത്ത് കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി റിസൾട്ട് എന്തോ ആവട്ടെ കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കിയാണ് ശ്രമിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, 2 കൊച്ചുകൾ തോറ്റിട്ടുണ്ട്. ഒരു കൊച്ചു തോറ്റിട്ടുണ്ട്, ഒരു കൊച്ചു 2 പേര് തോറ്റിട്ടുണ്ട്. അതില് തോറ്റത് മുഴുവൻ ഇതിലായിരുന്നു ബയോളജിയുടെ തൊട്ടാണ്. നമ്മുടെ വിഷയത്തിലുള്ള പ്ലസ് 1 ബയോളജിയിൽ കുട്ടി ഫെയിലായി. ബയോളജിയിൽ. ഈ കുട്ടിക്ക് മാത്സില് 40 മാർക്ക് കിട്ടണം. റിസൾട്ട് പറഞ്ഞ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ട കാര്യമാണ്. ഈ റിസൾട്ടിൽ എല്ലാ പോലെ ഉണ്ടാവാറുണ്ട്. ഇങ്ങനെ കുറച്ച് പേര് ഇവിടാണ് ഉണ്ട്. കുട്ടിയെ പോലെ കെമിസ്ട്രിയില് 35 മാർക്ക് കിട്ടിയിട്ടുള്ളൂ. കെമിസ്ട്രി. ഫിസിക്സിൽ വന്നിട്ടുള്ളത് 29 മാർക്കാണ്. ഓവറോള് മാർക്കുണ്ട്. അപ്പൊ നിങ്ങൾ എന്താണ് ബാക്കിയുള്ള പകുതിയിൽ മാർക്ക് ഉണ്ടല്ലോ, പിടിച്ചിട്ടുണ്ടല്ലോ. പക്ഷെ ഈ റിസൾട്ട് ആ കുട്ടിയെ സംബന്ധിച്ച് എന്താ വൻ ഫെയിലിയറാ, പരാജയ. മനസ്സിലാവുന്നു എന്താ പ്രശ്നം? ഈ കുട്ടിക്ക് ഉണ്ടല്ലോ, ഈ കുട്ടിക്ക് ഇവിടെ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് വരുമ്പോ SLCക്ക് വരുമ്പോ ഫുൾ എ പ്ലസ്. തമാശ പറയാനല്ല, ഫുൾ എ പ്ലസ് ഒരു കൊല്ലം കൊണ്ടുണ്ടായത്. അതുകൊണ്ടാണ് ഈ മാർക്കുകളൊന്നും എന്താണ് പോരാണ്ട്. ഇനി അത് മാത്രല്ല, ഈ കുട്ടിയുടെ കാര്യത്തിൽ എന്ത് സംഭവിച്ചു വെച്ച് കഴിഞ്ഞാൽ സ്കൂളിലെ ടീച്ചർ, മാഷ്, ബാക്കി സ്റ്റുഡൻസ്, അതെ രസം. ബാക്കി സ്റ്റുഡൻസ് പറഞ്ഞാൽ ഫുൾ എ പ്ലസ് കിട്ടിയവർ തന്നെ വിളിച്ചപ്പോൾ ചോദിച്ചു, മാഷ അവൾക്ക് കിട്ടിയില്ലെന്ന് ചോദിച്ചു എൻ്റെ അടുത്ത് മാർക്ക്. ഇവിടുത്തെ ഞാൻ ഇവിടെ മോശമായിട്ടല്ല പറയുന്നത്, ഒരു പ്രശ്നം പറഞ്ഞുതരാം. അപ്പൊ ബാക്കി സ്റ്റുഡൻസും ഒക്കെ ഈ കുട്ടിക്ക് എന്ത് കിട്ടുന്നതിരിക്കുന്നേ, ഇവിടെ ഫുൾ എ പ്ലസ് കിട്ടുന്ന വെച്ചിട്ട് ഞാൻ ഇരിക്കുന്നത്. ഞാനും സാധ്യതയുണ്ട്. നമ്മൾ കൗണ്ട് ചെയ്തിട്ട് ഫുള്ള് എനിക്ക് പ്രതീക്ഷയില്ല, ഒരു 4 എത്തും നമുക്കൊരു ഉറപ്പുണ്ടായിരുന്നു. ഇതില് എന്താ സംഭവിച്ചു? വേറൊരു കേസ് എന്താ വെച്ച് കഴിഞ്ഞാല്, ഇതിലെന്താ സംഭവിച്ചു വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടിക്ക് പറ്റുന്ന കഴിഞ്ഞ കൊല്ലം പ്ലസ് 2 റിസൾട്ടിൽ ജോലി ഉണ്ടായിട്ടാ. ഇതിവിടെ നിൽക്കട്ടെ. ഈ വേറെ സംഭവം പറഞ്ഞുതരാം. വേറെ റിസൾട്ടിൽ ഉണ്ടായത് SLCക്ക് വന്നിട്ട് 4 എ പ്ലസിന്റെ താഴെ ഇടാണ്. 4 എ പ്ലസിന്റെ ആകെ 4 എ പ്ലസ് ഒരു ആൺകുട്ടിയാണ്. അവക്കൊണ്ടെന്നാണ് റിസൾട്ട് 4 എ പ്ലസ്. 4 എ പ്ലസ് ഇതിൽ പിടിച്ചു. ഫിസിക്സ് 4 3 എ പ്ലസ്. ഫിസിക്സ്, കെമിസ്ട്രി, ഇംഗ്ലീഷിൽ പഠിച്ചു 3 എ പ്ലസ് പിടിച്ചു പോയി. മനസ്സിലാവുണ്ടോ പറയുന്നത്? അവന് SLCയിൽ ആകെ എത്ര പ്ലസ് ഉള്ളൂ? ആകെ 4 എ പ്ലസ് ഉള്ളൂ. അവൻ പിടിച്ച റിസൾട്ടാ കാണണം. അവന് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സില് എന്ത് പിടിച്ചു? ആള് മാത്സില് പിടിച്ചു. നാളെ വന്നിട്ട് ഒന്ന് കെട്ടിപ്പിടിക്കണം എനിക്കാണ്. ഭയങ്കര ഇമ്പ്രൂവ്മെന്റ് റിസൾട്ട്. മനസ്സിലായി? മാത്സില് പിടിച്ചു. ബാക്കി റിസൾട്ട് കറക്റ്റ് ഓർമ്മയില്ല. ഹിന്ദിയിലൊക്കെ എന്താ ഉണ്ടായിരുന്നു എനിക്കറിയില്ല. ഈ റിസൾട്ട് നിങ്ങളൊന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കിയേ. പക്ഷെ നിങ്ങൾ ക്ലാസ്സുകളിൽ പറയണ്ടായിരുന്നു ഇല്ലേ, ഉണ്ടോ? ഇത് വളരെ സാധ്യതയുള്ള സാധനമാണ് കേട്ടോ. മറ്റേ കുട്ടിക്ക് ഫുൾ എ പ്ലസ് ആ. എവിടെ വന്ന് നിൽക്കണോ നോക്കിയ ബയോളജിയിൽ ഫെയിലാണ് കേട്ടോ. ബയോളജിയിൽ ഫെയിലായ 12 മാർക്കോളം. 12 മാർക്കോളം ബയോളജിയുടെ ക്ലാസ് വയ്ക്കുന്ന ഇപ്രാവശ്യം എല്ലാവരും കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മാത്സാണ് മെയിനായിട്ട് എടുക്കാറ്. ഇപ്പൊ
എന്തായാലും എന്ത് ചെയ്യണം, എല്ലാവരും എന്ത് ചെയ്യണം, ക്ലാസ്സിൽ എനിക്ക് പണി പോകാൻ നീ പറഞ്ഞോണം ക്ലാസ് വയ്ക്കുമ്പോൾ അതിന്റെ കാണാൻ റിസൾട്ടില്ലേ. 4+ രീതിയിലൊക്കെ കൂടുതൽ പോയി ചെയ്തില്ല. ബയോളജിയിലെ ചോർന്ന്, ബയോളജിയിൽ ഇംഗ്ലീഷിലൊക്കെ ചോർന്ന്, ഫിസിക്സിലൊക്കെ പോയിട്ടാ ഇല്ല എന്ന് പറയുന്നത്. ഫിസിക്സ് കെമിസ്ട്രിയിലൊക്കെ എവിടെ ചോദിക്കും. ഈ റിസൾട്ട് നിങ്ങൾ മനസ്സിൽ വെക്കണം. ഞാൻ നിങ്ങളുടെ അടുത്ത് ഫസ്റ്റ് ക്ലാസ് മുതൽ പറയുന്ന കാര്യമാണ്, ഈ കുട്ടിക്ക് ഇവിടെ വേറെ കാര്യം പറയാൻ കിട്ടുമോ എന്താ വെച്ചാൽ, ഇവിടെ ഓരോ പരീക്ഷ കഴിയുമ്പോഴും മാഷിന് മെസ്സേജ് ഉണ്ടായിരുന്നു. മാഷ് പരീക്ഷ ഭയങ്കര എന്തായിരുന്നു, 3 ദിവസം എടുത്ത് നോക്കിയപ്പോ സ്ക്രോൾ ചെയ്ത് നോക്കിയപ്പോ മാർച്ച് 22, 25, 27 3 ദിവസം ഈ കൊച്ച് ഫിസിക്സ് കെമിസ്ട്രി മാത്സിന്റെ എന്താ മാത്സിലെ പ്ലസ് കിട്ടുന്ന കുട്ടി പറഞ്ഞിട്ടുണ്ട്. പരീക്ഷ കഴിഞ്ഞിട്ട് അവിടെ ക്വസ്റ്റ്യൻ പറയിച്ചത് കുട്ടിക്ക് പറ്റിയിട്ടുള്ള സംഭവം മാർക്ക് വന്നിക്കണുണ്ടോ. പക്ഷെ ഇതിനൊരൊറ്റ പ്രശ്നമുള്ളൂ. ഈ കുട്ടിക്ക് പറ്റിയ പ്രശ്നം എന്താ വെച്ചെങ്കിൽ വളരെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഇതെന്താ സാധനം, എന്താ ഓവർ കോൺഫിഡൻസ്. കുറച്ചുകൂടെ മലയാളീകരിച്ച് പറയുകയാണെങ്കിൽ എന്താ, ലേശം എന്തുണ്ടായിരുന്നു, ലേശാഹങ്കാരണ്ടായിരുന്നു. തമാശ പറയല്ല, ലേശാഹങ്കാരണ്ടായിരുന്നു. അപ്പൊ എന്തുണ്ടാവണം വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള സാധനം എന്താ, ആൾക്ക് കിട്ടി, നല്ല കിട്ടി. തമാശ പറയല്ല. ഇത് ഫസ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾ വന്നപ്പോ പറഞ്ഞിരുന്നു ഇല്ലേ, നിങ്ങൾ ഫസ്റ്റത്തെ ക്ലാസ്സിൽ വന്നപ്പോ മാഷ് പറഞ്ഞ കാര്യം 10th റിസൾട്ടുമ്പോ മാഷത് എന്താ പറയാൻ കാരണം എന്നറിയോ, മാഷിന്റെ ഇത് ഇപ്പൊ പറയുമ്പോ പോലും മാഷിക്ക് അത് ഫീൽ ചെയ്യണ്ടത്. അത് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലാവില്ല. അതേ റിസൾട്ട് വന്നു കഴിയുമ്പോൾ ഇത് കരച്ചിൽ കുടിച്ചില്ലെങ്കിൽ ഇത് കാര്യമില്ല. ഇത് വല്ലാത്തൊരു പ്രശ്നമാണ്. നന്നായിട്ട് പഠിക്കണവര് ഇത് എളുപ്പമാകും. ഈ സാധനം എന്താ അവിടെ ഇടും, അവസാനം ഇത് എന്താവും, കോളമാക്കി തരും. മാഷ് കൃത്യമായിട്ട് പറയാണ്, അതിൽ ഇത് വേണ്ട, ഓവർ കോൺഫിഡൻസ് വേണ്ട. മലയാളത്തിൽ പറയാൻ വലിയ അഹങ്കാരം വേണ്ട. ആ അഹങ്കാരം കൊണ്ട് പോയിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റില്ല, ഭംഗിയായിട്ട് ഫിനിഷ് ചെയ്യാൻ പറ്റില്ല. എന്തായാലും എന്ത് ജോലി, മാർക്ക് ജോലി. ഇപ്പൊ ആണെങ്കിൽ പരീക്ഷ കുറച്ചുകൂടെ എന്താണെന്ന് ചെയ്യും, ഡിഫിക്കൽട്ട് ആക്കും ചെയ്തേക്കാം. ഇല്ലെങ്കിൽ വാല്യുവേഷൻ ഒക്കെ കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആക്കി ചെയ്തേക്കാം. അവിടേക്ക് നിങ്ങളുടെ ഈ അഹങ്കാരം കൊണ്ട് പോയി കഴിഞ്ഞാൽ എന്താ, നല്ല പണി കിട്ടും. ഇത് മാഷ് പറയണതേ ഈ നല്ല മാർക്ക് കിട്ടിയവരോടാ പറയുന്നത്. നിങ്ങൾക്ക് എന്നോട് ഡിക്റ്റേഷനും ഇതിന് കുഴപ്പമില്ല. അത് പറഞ്ഞു മനസ്സിലാക്കി തന്ന അത് ആ സാധനം എടുത്ത് തലേന്ന് കളഞ്ഞു, ആ ആറ്റിറ്റ്യൂഡ് എടുത്ത് കളഞ്ഞോ. അത് കളഞ്ഞില്ലയോ പണി ഉറപ്പാണ്, യാതൊരു സംശയം വേണ്ട. ഇനി അത് മാത്രമല്ല കേട്ടോ, മാർക്ക് കുറഞ്ഞവരെ സംബന്ധിച്ച് ഇത് ഫേവറബിൾ ആയിട്ടുള്ള റിസൾട്ടാണ്. കാരണം എന്താ, 4+ ഉണ്ടായിരുന്നു പറയുന്ന ആകെ 4 പണിയെടുത്തിട്ടുണ്ടാ. പണിയെടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കുത്തിന്ന് പഠിച്ചിട്ടുണ്ട്. അത് പറയണല്ലോ. +2 റിസൾട്ടിൽ ഉണ്ടായിരുന്നോണ്ട് ഇതുപോലെ 10ൽ മാർക്കില്ലാത്ത ആൾക്കാരോ അടിച്ചു കയറിയിട്ടാണ് വന്നത്. +2 ഇപ്രാവശ്യം റിസൾട്ടിലുണ്ടായിരുന്നു 2 പയ്യന്മാരായിരുന്നു, A, B. പറഞ്ഞിട്ട് ഫുൾ A+ ആയിരുന്നു. അവ അവസാനിച്ചത് 75%. 75% അവസാനിച്ചത് +2 റിസൾട്ട് വന്നത്. മറ്റൊന്ന് എത്രയാ, 3A+, 4A+ തന്നെയാണല്ലോ. 6A+ ഉണ്ടായിരുന്നു ഓർമ്മയില്ല. അപ്പൊ അവസാനിച്ച് 90 അവസാനിച്ച് 90% +2 അവസാനിച്ചത്. തമാശ പറയാം, 90 വെച്ചില്ല, 89.5 റിസൾട്ടിൽ വല്ല വേരിയേഷൻ കണ്ടാ നിങ്ങള്. ഇതിപ്പോ ഇവര് പഠിക്കാൻ അറിയണ്ട, ആലോചിക്കുക. ഇവര് പഠിക്കാൻ പറ്റാണ്ടാണോ ആലോചിക്കുക. അല്ല, പഠിക്കാൻ പറ്റാത്ത ആളഞ്ചിന് ഇത് കിട്ടുമോ? ഇത് കിട്ടുമോ? ഇപ്പൊ ആ കുട്ടിക്ക് പഠിക്കാൻ അറിയാത്ത പ്രശ്നം, പഠിക്കാൻ പറ്റാണ്ടോ അല്ലെങ്കിൽ പഠിക്കാൻ അറിയാത്ത കൊച്ചൊന്നല്ല. സാധനം എന്ത് ചെയ്തു അവിടെ, എനിക്ക് ഇതൊക്കെ എന്താ ശരിയാവും എന്നുള്ള മൂഡിൽ അവിടെ കിട്ടു. പരീക്ഷ കഴിയുമ്പോ പോലും കുട്ടി എനിക്ക് എന്താ പറയണ്ടത്, എക്സാം കംപ്ലീറ്റ് എന്താണ് പറയണ്ടത്, എളുപ്പമെന്ന് പറയുന്നുണ്ട്. അപ്പൊ അവള് കരുതി വെച്ചെന്താ, എഴുതിയ സാധനമൊക്കെ എന്താന്നാ ശരിയാന്നാ. അത് ഭയങ്കര ഓവർ കോൺഫിഡൻസ് ആയി പോയി. അപ്പൊ ഈ റിസൾട്ടുകൾ മാഷിങ്ങനെ പറയുമ്പോ അല്ലെങ്കിൽ പല കാര്യങ്ങളും പറയുമ്പോ എന്ത് ചെയ്യുക, അതിന്റെ ഗൗരവത്തിൽ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക, പഠിക്കാൻ തുടങ്ങുക. മനസ്സിലാവേണ്ട പറയണം. അതിന്റെ ഗൗരവം മനസ്സിലാക്കിയിട്ട് നമ്മൾ കൂടുതൽ പഠിക്കും തോറും, കൂടുതൽ നമ്മൾ ഉയരങ്ങളിലേക്ക് പോകും തോറും എന്താ പ്രശ്നം, വീഴുമ്പോ എന്ത് കൂടും, പരിക്ക് കൂടും. ശരിയല്ലേ? നിങ്ങൾ ഒരു സ്റ്റെപ്പിന്റെ മുകളിൽ കയറുന്നു എന്നിട്ട് താഴേക്ക് വീണു. നമ്മളൊരു 100 സ്റ്റെപ്പിന്റെ മുകളിലേക്ക് കയറുന്നു എന്നിട്ട് താഴേക്ക് വീണു. ഏതായിരിക്കും കൂടുതൽ ബുദ്ധിമുട്ട്? 100 സ്റ്റെപ്പിന്റെ മുകളിലേക്ക് കയറിയിട്ട് താഴേക്ക് വീണുമ്പോ എന്തായിരിക്കും, അത് ഭയങ്കര പരിക്കായിരിക്കും. ശരിയല്ലേ? ഫുൾ A+ കിട്ടിയ ആൾ ഒരു വിഷയത്തിൽ ഫെയിലായി എന്ന് പറയുമ്പോ ആ കുട്ടി അവിടെ എന്തോ ബുദ്ധിമുട്ടിലാവുന്ന ആലോചിച്ച് ഇനി എത്ര പ്രശ്നം വരുന്നറിയോ, ഇനി അത് പഠിച്ചിട്ട് പാസ്സാവണം. മനസ്സിലാവണ്ട പറയുന്നത്. അപ്പൊ നിങ്ങള് മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്, നമുക്ക് കൂടുതൽ മാർക്ക് കിട്ടുന്നോറും അല്ലെങ്കിൽ കൂടുതൽ അറിവ് കിട്ടുന്നോറും നമ്മൾ എപ്പോഴും എന്തായിരിക്കണം, ഡൗൺ ടു എർത്ത് ആയിരിക്കണം. സ്റ്റെപ്പുകൾ പണിതോട്ടെ, നമ്മൾ സ്റ്റെപ്പ് എന്ത് ചെയ്യാൻ നിൽക്കണ്ട, കയറാൻ നിൽക്കണ്ട. വല്ലാണ്ട് കയറി കഴിഞ്ഞാൽ എന്താ, എവിടെന്നെങ്കിലും സ്ലിപ്പായി കഴിഞ്ഞാൽ എവിടെ വന്ന് വീഴും, താഴെ വന്ന് വീഴും. പിന്നെ വേറെ പ്രശ്നമുണ്ട്, പിന്നെ അതിൽ കയറാൻ എളുപ്പമാണോ? അങ്ങനെ ഒരു വിഷയമുണ്ട്. ഒരു തവണ നിങ്ങൾ വീണ് കഴിഞ്ഞാൽ പിന്നെ പൊക്കി പിടിച്ച് കൊണ്ടുവരാൻ എളുപ്പമാണോ?
ആണോ? അല്ല, നിങ്ങൾ ഒരു സ്റ്റെപ്പ് എന്താണ് താഴേക്ക് വേണം, വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കയറി നിൽക്കാം. നിങ്ങൾ കുറെ കഷ്ടപ്പെട്ട് ഒരു 1000 സ്റ്റെപ്പ് കയറി, എന്നിട്ട് അതിന്റെ മുകളിൽ വീണു. ഇനി കയറൽ എളുപ്പമാണോ? ഇനി കയറൽ അത്ര എളുപ്പമാവില്ല. മനസ്സിലാവുണ്ടാ പറയണത്? പിടികിട്ടുണ്ടാ പറയണത്? മാഷ് പറഞ്ഞ കാര്യം എന്താ? ഈ മാർക്കൊക്കെ കിട്ടിയിട്ടുള്ള ആൾക്കാർ, നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ആൾക്കാരുടെ തലേന്ന് എന്തെടുത്ത് കളയാതെ പോയിട്ട് അഹങ്കാരം ഉണ്ടെങ്കിൽ എടുത്ത് മാറ്റിക്കും. നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാ പറയുന്നത്. എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഓരോ കൊല്ലം റിസൾട്ടുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഈ സാധനം ഇങ്ങനെ റിഫ്ലക്ട് ചെയ്തുകൊണ്ടിരിക്കും. ഏതെങ്കിലും ഒന്ന് രണ്ട് വെച്ചുള്ളിൽ പെട്ടുണ്ടോ? ഒറ്റ കാരണം എന്താ? ആ ക്ലാസ് എടുക്കുമ്പോ അറിയാം. ക്ലാസ് എടുക്കുമ്പോ നിങ്ങളുടെ ഒക്കെ മോങ്ങള് കണ്ടാ അറിയാം മാഷക്ക് ഈ സാധനം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അൾട്ടിമേറ്റ് ആയിട്ട് ബേസിക് ആയിട്ട് ഒരു പുച്ഛഭാവം ഉണ്ടോ? ഇതൊക്കെ എന്തുണ്ട് സാധനം, ഇതൊക്കെ ഞാൻ വെച്ച് പഠിക്കാം. ഇത് സ്കൂളിൽ മുമ്പുണ്ടാവും ഈ സാധനം. മനസ്സിലാവണ്ട പറഞ്ഞു. സ്കൂളിൽ മുമ്പുണ്ടാവും. സ്കൂളിൽ മുമ്പ് എന്താണ്ടാവാന്നറിയോ? നിങ്ങൾ ഇതിപ്പോ എവിടെ കേട്ടു? ഇവിടെ കേട്ടു അല്ലെ? ഇനി സ്കൂളിൽ ടീച്ചർ ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് പുച്ഛം വരും. ഇതൊക്കെ ട്യൂഷൻ മാറ്റി പഠിച്ചതൊക്കെ അതെന്തെങ്കിലും പറഞ്ഞു. ആ ഒരു സാധനം നിങ്ങളുടെ കയ്യിലുണ്ടോ? നിങ്ങൾ പെശക. മനസ്സിലാവണ്ട? ആ ഒരു സാധനം ഉണ്ടോ കയ്യിൽ? പെശക. നിങ്ങൾക്ക് പണി കിട്ടുന്നുള്ളത് യാതൊരു സംശയം വേണ്ട. നിങ്ങൾ ഇവിടെ വരുമ്പോ എന്ത് ചെയ്യുക? കേൾക്കുക, മനസ്സിലാക്കാൻ ശ്രമിക്കുക. നിങ്ങൾ മനസ്സിലാക്കിയത് ആ സാധനം തന്നെ ആവണമെന്നില്ലേ? ചിലപ്പോ എന്ത് ഇവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ടാവുക. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, പിടികിട്ടില്ല. മനസ്സിലാവണ്ട? അതുകൊണ്ട് റിവൈസ് ചെയ്യുക, വീട്ടിൽ പോയിട്ട് ആലോചിക്കുക. അല്ലാണ്ട് ഒരു കാര്യം കേട്ടു, അത് മനസ്സിലായി, കുഴപ്പമില്ല, സിമ്പിൾ ആണല്ലോ. സിമ്പിൾ വോൾഡ് നമ്പർ റേഷ്യോ ഗ്യാസൻസ് കമ്പൈൻ ചെയ്യുമ്പോൾ സിമ്പിൾ വോൾഡ് നമ്പർ റേഷ്യോ അത് പഠിക്കാൻ പറ്റില്ല, മാറ്റി വെച്ചു. അങ്ങനെ മാറ്റി വയ്ക്കുന്നവർ എന്താണ്? മാർക്ക് എങ്ങോട്ട് പോകും? മാർക്ക് അടിയിലേക്ക് കൂട്ടാ. ഇപ്രാവശ്യമാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് എക്സാം ഭയങ്കര എന്തായിരിക്കും? ഡിഫിക്കൽട്ട് ആയിരിക്കും. യാതൊരു സംശയം വേണ്ട. +2 ഇവാലുവേഷൻ നല്ല എന്തായിരിക്കും? ടൈറ്റ് ഇവാലുവേഷൻ അല്ലേ? പ്ലസ് കിട്ടാന്നുള്ളത് കുറച്ച് എന്തെങ്കിലും കാര്യം തന്നെയാ, ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാ. അതിൻ്റെ ഉള്ളിലേക്ക് നിങ്ങളുടെ ഇങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് കൂടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്താ? ഈ സാധനം ചീട്ട് കൊട്ടാരം തകർന്നു വീഴുന്ന പോലെ എന്താണ്? തകർന്നു വീഴും. യാതൊരു സംശയം വേണ്ട. മനസ്സിലാവണ്ട? ഇനി 10ാം ക്ലാസ്സിലെ മാർക്കിന്റെ കേസ് നോക്കുമ്പോ തന്നെ മാർക്ക് കുറഞ്ഞവർ പേടിക്കുന്നത്. ഇവിടെയൊക്കെ സ്കോർ ചെയ്ത 30ത്തെ മാർക്കാണ് കേട്ടോ. നിങ്ങൾ ഈ ചേഞ്ച് ചെയ്യണ്ടോ? ഇവിടെ ഇത് മാഷ് പഠിപ്പിച്ചിട്ടാന്ന് അവകാശപ്പെടുന്നില്ല. കുറെയൊക്കെ പറയുമ്പോൾ അവനെ ഒരു പോലും തോന്നിയിട്ടുണ്ടാവും. കുറച്ചും കൂടി തിരുത്തരം കൂട്ടിയിട്ട് ഈ മാർക്കിന്റെ ഒരു വ്യത്യാസം നോക്കി നിങ്ങൾ. എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു എബോ 85% എന്തായാലും ഉണ്ടാവും. എബോ 85% എന്തായാലും ഉണ്ടാവും, ഉറപ്പാ. അതുപോലെ ഇവിടെ ഈ മാർക്കിന്റെ വ്യത്യാസം നോക്കി ഇത് 90 കൂട്ടിയിട്ട് തോന്നുന്നു 89.something എത്തിയിട്ട്. അപ്പൊ നിങ്ങൾ 10ൽ വരെ മാർക്കിന്റെ ഒരു വ്യത്യാസം കണ്ട പിടികിട്ടത്. ഈ കുട്ടികൾക്കൊക്കെ സംഭവിച്ചിട്ടുള്ള എന്താ? ഇവർക്കൊക്കെ കരുതിയിട്ടുള്ളത് ഇവർക്കൊക്കെ അറിയാം. ഇവർക്കൊക്കെ മാർക്കൊക്കെ വളരെ ഈസി ആയിട്ട് കിട്ടുന്ന ആര് കരുതി? അവര് തന്നെ കരുതി. അങ്ങനെ ഒരു ഇവാലുവേഷനിൽ അവർ മുന്നോട്ട് പോണേ. പിടികിട്ടാ പറയുന്നത്. അപ്പൊ കുറെ സ്ഥലത്ത് അവർ ഈസിനെസ് കാണിക്കും. എന്ത്? ക്ലാസ് ചിലപ്പോൾ മുടങ്ങിയ ക്ലാസ് ചിലപ്പോൾ കാണില്ല. അങ്ങനെ ഇടും ചില സാധനങ്ങൾ. അങ്ങനെ ഇട്ടിട്ട് അവസാനം എന്താ ഉണ്ടാവുക? അവസാനം ഇത് ബോംബ് പൊട്ടണ പോലെ പൊട്ടും. പിന്നെ തിരിച്ചു കയറി വരല എന്താ? എളുപ്പമല്ല, പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത് എന്താ? ഈ ഒരു വിഷയം നിങ്ങൾ വളരെ ഗൗരവമായിട്ട് എടുക്കണം. വിഷയങ്ങൾ പഠിപ്പിക്കുമ്പോഴും കാര്യങ്ങൾ പറയുമ്പോഴും ഒക്കെ വളരെ ശ്രദ്ധയോട് കൂടെ പഠിപ്പിക്കുന്ന ആൾക്കാരെ എന്ത് ചെയ്യുക? ബഹുമാനിക്കണമെന്ന് മാഷ് ഒട്ടും പറയില്ല. നിങ്ങൾ എന്നെ ബഹുമാനിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ എന്നെ പൂജിച്ചോ നിങ്ങള്. പക്ഷെ ഞാൻ പറഞ്ഞ വിഷയത്തിന് എന്ത് ചെയ്യരുത്? പൂജിക്കരുത്. മനസ്സിലായ പറഞ്ഞത്? ഇപ്പൊ പറഞ്ഞ കാര്യം പിടി കിട്ടിയ എന്റെ അടുത്ത് നിങ്ങൾ വ്യക്തിപരമായിട്ട് നിങ്ങൾ ഇങ്ങനെ കളിയാക്കി എന്നെ ചീത്ത പറയുക എന്ത് വേണമെങ്കിൽ ചെയ്തോ. പക്ഷെ നമ്മൾ പറയുന്ന സബ്ജക്റ്റിനെ എന്ത് ചെയ്യരുത്? പുച്ഛിക്കരുത്. സബ്ജക്റ്റിനെ പുച്ഛിച്ചാൽ പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവോ? ഇല്ല. സബ്ജക്റ്റ് ഒക്കെ ഈസി ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? പണിയെ. അതുകൊണ്ട് ആ സാധനം എപ്പോഴും എന്ത് ചെയ്യുക? ശ്രദ്ധിക്കുക. ഇപ്പൊ മാഷ് പറയാം, ഇപ്പൊ കുറെ തവണ നമ്മളിപ്പോ ഇന്നലെ റിവൈൻഡ് ചെയ്തു അല്ലെ? കുറെ തവണ റിവൈൻഡ് ചെയ്തു. കുറെ തവണ റിവൈൻഡ് ചെയ്യുമ്പോ എന്താ സംഭവിക്കുക? നിങ്ങൾക്ക് കുറെ പേർക്ക് തോന്നുന്നുണ്ടാവും ചിലപ്പോ ഇതിപ്പോ ഇങ്ങനെ കുറെ പ്രാവശ്യം പറയണേ. ആ ഒരു സാധനമാണ് പ്രശ്നം. പിടികിട്ടാ പറയുന്നത്. നിങ്ങൾ ആരെന്താണോ പഠിപ്പിക്കുന്നത്, ആരായിക്കോട്ടെ, ആ കാര്യം കറക്റ്റായിട്ട് എന്ത് ചെയ്യുക? ഫോളോ ചെയ്യുക. കറക്റ്റായിട്ട് എന്ത് ചെയ്യുക? പഠിച്ചുകൊണ്ട് വരും. മനസ്സിലായ പറഞ്ഞത്? ഈ സാധനം എപ്പോഴും ശ്രദ്ധിച്ചോളൂ. അല്ലാതെ ഓവർ കോൺഫിഡൻസിലേക്ക് എന്താണ്? നമ്മൾ ഈ 10ന്റെ മാർക്ക് വെച്ചിട്ട് കടക്കരുത്. നമുക്ക് അവസാനം പഠിക്കണം. എന്റെ ബ്രാക്കറ്റിലൊന്ന് മാർക്ക് ചെയ്ത് വെക്കുക. ഇത് ആരെ കണ്ടുപിടിച്ചേ? ഗേ ലുസ. ആരെ കണ്ടുപിടിക്കുന്നത്? ഗേ ലുസ. ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചോ. ഗേ ലുസ. ഗേലൂസാക്കാണ് എന്ത് ചെയ്തേ? ഈ ലോ കണ്ടുപിടിച്ചത്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് ഒന്ന് പറഞ്ഞേ. എന്താ? when gases combine to form gaseous products their volumes are in a simple mole number ratio. വേറെ ഇല്ലസ്ട്രേഷൻ ഒന്നും വേണ്ട. അതിന് അടുത്ത് എഴുതാം. അവഗാഡ്രോസ് ലോ 10ൽ പഠിച്ചിട്ടുള്ളതാണല്ലേ? അവഗാഡ്രോസ് ലോ. അപ്പൊ ആദ്യം അവഗാഡ്രോസ് ലോ നമുക്ക് മാഷൊന്ന് വിശദീകരിക്കാം, എന്നിട്ട് എന്ത് ചെയ്യാം? സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, അവഗാഡ്രോസ് ലോ. അപ്പൊ എന്താ അവഗാഡ്രോസ് ലോ? അവഗാഡ്രോസ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പക്ഷെ ഒരു 1 ലിറ്റർ എന്തെടുക്കാണ്? ഹൈഡ്രജൻ എടുക്കാണ്. എന്തെടുക്കുന്നത്? 1 ലിറ്റർ ഹൈഡ്രജൻ. എതിർപ്പല്ലോ. 1 ലിറ്റർ ഹൈഡ്രജനിലുള്ള ഹൈഡ്രജൻ മോളിക്യൂൾസിന്റെ എണ്ണം
എത്ര 100 എണ്ണം. എത്ര 100 എണ്ണം പിടികിട്ടിയാ പറഞ്ഞത്. അപ്പൊ 1 ലിറ്റർ ഹൈഡ്രജൻ ഗ്യാസിലുള്ള ഹൈഡ്രജൻ മോളിക്യൂൾസിന്റെ എണ്ണം എത്രയാണ്? 100 എണ്ണം. കുഴപ്പമില്ലല്ലോ. ഇനി ശ്രദ്ധിക്കുക, അതേ ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിൽ കേട്ടോ, സെയിം ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ആണ്. ഞാൻ 1 ലിറ്റർ നൈട്രജൻ എടുത്തു. 1 ലിറ്റർ എന്തെടുത്തു? നൈട്രജൻ എടുത്തു. അപ്പൊ അതിൽ പരിശോധിച്ചു, അതിൽ എണ്ണി പിടിച്ചു വന്നപ്പോഴേ അതിലെത്ര 1 ലിറ്റർ എന്ത് തന്നെയാണ്, സോറി 1 ലിറ്റർ നൈട്രജനിൽ എത്ര തന്നെയാണ്? 100 നൈട്രജൻ മോളിക്യൂൾസ് തന്നെയാണ്. അടിപൊളി കിട്ടിയ 1 ലിറ്റർ ഹൈഡ്രജൻ എടുത്തു, എത്ര 100 ഹൈഡ്രജൻ മോളിക്യൂൾ. 1 ലിറ്റർ നൈട്രജൻ എടുത്തു, അതിലെത്ര ഒക്കെ പറഞ്ഞേ 100 നൈട്രജൻ മോളിക്യൂൾ. ഇനി ക്ലോറിൻ എടുക്കാം. 1 ലിറ്റർ ക്ലോറിൻ ഗ്യാസ് എടുത്തു, അതിലെണ്ണി നോക്കി, അപ്പോഴും എത്രണ്ണം? 100 എണ്ണം. കുഴപ്പമില്ലല്ലോ. അപ്പോഴും എത്ര തന്നെ? 100 നൈട്രജൻ. ഇതാണല്ലോ കഴിഞ്ഞു, വേറെ ഒന്നുമില്ല. ഇതാണല്ലോ പ്രശ്നം ഉണ്ടാവും. അപ്പൊ ഇതൊരു സ്റ്റേറ്റ്മെന്റ്. എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായി? ഇതിന് എന്താ മനസ്സിലാവണേ എന്ന് പറഞ്ഞേ. ആകാശം എന്ന് പറഞ്ഞ ആകാശം, ഇതെന്താ മനസ്സിലാക്കാൻ പറ്റുക? എന്താ തോന്നുന്നത് കണ്ടിട്ട്? വോളിയം സെയിം ആണ്. വെരി ഗുഡ്. അല്ലടാ മക്കളെ, ശരിയല്ലേ? ഈക്വൽ വോളിയം കറക്റ്റ് ആണ്. ഈക്വൽ വോളിയംസ് ആണ്. പിന്നെ വേറെന്താ തോന്നണേ? അടുത്ത ആൾ പറഞ്ഞു ഏതാ? മോളിക്യൂൾസിന്റെ എണ്ണം എന്താണ്? സെയിം ആണ് അല്ലെ? നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്താണ്? പറയൂ. നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്താ? സെയിം ആണ്. അപ്പൊ എങ്ങനെ എഴുതാം? ഈക്വൽ നമ്പർ ഓഫ് മോൾസ് അല്ലെങ്കിൽ മോളിക്യൂൾസ്. ഈക്വൽ നമ്പർ ഓഫ് മോൾസ് ഓർ മോളിക്യൂൾസ്. മോൾസ് പറയാ അല്ലെങ്കിൽ മോളിക്യൂൾസ് പറയാം. മോളിക്യൂൾസ് ആയാലും കുഴപ്പമില്ല. ഒരു പോയിന്റ് കൂടി ഉണ്ട്. എന്താ? 3 കേസിൽ എന്താ? സെയിം ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ആണ്. ഒരു കേസ് കൂടി ഉണ്ട്. നോക്കിട്ട് പറഞ്ഞേ. ഒരു പോയിന്റ് കൂടി പറഞ്ഞ എന്താ വരിക? എന്താ തോന്നുന്നേ? പറഞ്ഞു ജെന്നിഫർ മീൻസ് പറഞ്ഞേ. ഇതിൽ ഒരു കേസ് കൂടി ഉണ്ട്. പോയിന്റ് ഔട്ട് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം കൂടി ഇല്ലേ? എന്താ പറഞ്ഞേക്ക്. നോക്കണപ്പാ. ഒരു പോയിന്റ് ഔട്ട് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു. നിങ്ങൾ പറഞ്ഞു ഈക്വൽ വോളിയം എന്ന് പറഞ്ഞ് ഈക്വൽ നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ആയിട്ടുള്ളൊക്കെ പറഞ്ഞു നിങ്ങൾ അല്ലെ? ഡിഫറെന്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ നോക്ക്. പറഞ്ഞു സന്ദേഹം പറഞ്ഞു. എലമെന്റ്സ് ശരിയല്ലേ? എലമെന്റ്സ് അല്ലെങ്കിൽ ഗ്യാസസ് അല്ലെ? 3 കേസിലും സെയിം ഗ്യാസ് ആണോ? അല്ല. അപ്പൊ ഇംഗ്ലീഷിൽ പറഞ്ഞത് എന്താ? ഡിഫറെന്റ് ഗ്യാസസ് ആ അല്ലെ? ഡിഫറെന്റ് ഗ്യാസസ് ഈക്വൽ വോളിയം എടുത്തപ്പോഴും ഈക്വൽ നമ്പർ ഓഫ് മോളിക്യൂൾസ്. ശരിയല്ലേ? പക്ഷെ കാര്യം ചോദിക്കാം, ഹൈഡ്രജന്റെ സൈസ് കുഞ്ഞിതാവും അല്ലെ? നൈട്രജൻ ആകുമ്പോ കുറച്ചുകൂടെ എന്താവും? വലുതാവോ? ക്ലോറിൻ ആകുമ്പോ കുറച്ചുകൂടെ വലുതാവും. ശരിയല്ലേ? അപ്പൊ സാധാരണ ബേസിക് ലോജിക്കൽ ആലോചിക്കുക. ചെറിയ ഹൈഡ്രജൻ 100 വെച്ച് കഴിഞ്ഞാൽ വരേണ്ട വോളിയാണോ? വലിയ ക്ലോറിൻ 100 വെച്ചാൽ വരണ്ടേ? അല്ല. വോളിയം ക്ലോറിന്റെ വോളിയം പറയേ കൂടുതൽ വേണ്ടേ? ക്ലോറിന്റെ വോളിയം ഇത് വേണം, കൂടുതലാണോ? ഗ്യാസസിന്റെ കേസിൽ കൂടുതലാണോ സാനിയ? 3 കേസിൽ എന്താ വോളിയം? സെയിം ആണ്. 100 ഹൈഡ്രജൻ മോളിക്യൂളിന്റെ വോളിയവും 100 ക്ലോറിൻ മോളിക്യൂളിന്റെ വോളിയം എത്രയാണ്? 1 ലിറ്റർ ആണ്. പക്ഷെ ഹൈഡ്രജനാണ് സൈസ് കൂടുതലാക്കാം, ക്ലോറിൻ. പക്ഷെ ആ ലോജിക്കാണോ അവിടെ ഗ്യാസസിന്റെ കേസിൽ വർക്ക് ചെയ്യുന്നത്? അല്ല. ബേസിക് ലോജിക്കിനോട് വിരുദ്ധമായിട്ടല്ല നിൽക്കണത്. ഒന്ന് ആലോചിച്ച് നോക്കുമ്പോ ശരിയല്ലേ? ആണോടാ? പക്ഷെ ഗ്യാസസ് ഇങ്ങനെയാണ് ബിഹേവ് ചെയ്യണേ. സ്റ്റേറ്റ്മെന്റ് ആക്കാൻ പറ്റുമോ? അപ്പൊ ഒന്ന് പറഞ്ഞേ. സെയിമിന് പകരം എന്ത് പറയാം? സെയിമിന് പകരം എന്താ? അപ്പൊ ഒന്ന് വായിച്ചേ. Constant temperature and pressure അല്ലെ? At a constant temperature and pressure the volumes of air different gases contain equal number of moles of
മോളിക്യൂൾസ്. പിടികിട്ടിയ വോളിയം സെയിം ആണെങ്കിൽ ഗ്യാസസ് ഡിഫറെന്റ് ആണെങ്കിലും അതിലുള്ള മോളിക്യൂൾസിന്റെ എണ്ണം എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം മാഷ്. വോളിയം സെയിം ആണെങ്കിൽ ഡിഫറെന്റ് ഗ്യാസസ് ആണെങ്കിലും അതിന്റെ ഉള്ളിലുള്ള മോളിക്യൂൾസിന്റെ എണ്ണം എന്തായിരിക്കും? സെയിം ആയിരിക്കും. കുഴപ്പമില്ലല്ലോ. പല രീതിയിൽ പറയാൻ ഇതിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ എങ്ങനെ പറയാം? ഈക്വൽ വോളിയംസ് ഓഫ് എന്താ ഓൾ ഗ്യാസസ്. ഓൾ ഗ്യാസസ് എന്ന് പറയുമ്പോൾ എന്തായി? ഡിഫറെന്റ് ഗ്യാസസ് വന്നതാണ്. അപ്പൊ ഒന്ന് വായിച്ചേ. ഈക്വൽ വോളിയംസ് ഓഫ് ഓൾ ഗ്യാസസ് അറ്റ് സെയിം ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. അറ്റ് സെയിം ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ കണ്ടെയ്ൻ ഈക്വൽ നമ്പർ ഓഫ് molecules. അപ്പോൾ നമ്മൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഈക്വൽ വോളിയംസ് ഓഫ് ഓൾ ഗ്യാസസ് അറ്റ് ദ സെയിം ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ കണ്ടെയ്ൻ ഈക്വൽ നമ്പർ ഓഫ് മോളിക്യൂൾസ്. ഒന്നുകൂടെ വായിച്ചേപ്പോ. അപ്പൊ ഏതിലോയ അവഗാഡ്രോലോ. വായിച്ചേ. ഈക്വൽ വോളിയംസ് ഓഫ് ഓൾ ഗ്യാസസ്. എല്ലാ ഗ്യാസും നിങ്ങൾ എടുത്തോ, അതിന്റെ എന്ത് സെയിമാ? വോളിയം സെയിം ആണെങ്കിൽ അല്ലേ? വോളിയം സെയിം ആയിട്ട് എടുക്കുകയാണെങ്കിൽ സെയിം ടെമ്പറേച്ചർ പ്രഷറിൽ എന്തുണ്ടാവും? അതിൽ കണ്ടെയ്ൻ ഈക്വൽ നമ്പർ ഓഫ് മോളിക്യൂൾസ്. പ്രശ്നമില്ലല്ലോ. ഈ ഇല്ലുസ്ട്രേഷൻ ക്ലിയർ അല്ലേ? അപ്പൊ ഒന്നുകൂടെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞേ. എന്താ? ഈക്വൽ വോളിയംസ് ഓഫ് ഓൾ ഗ്യാസസ് അറ്റ് സെയിം ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ കണ്ടെയ്ൻ ഈക്വൽ നമ്പർ ഓഫ് മോളിക്യൂൾസ്. ഒന്നുകൂടെ പറഞ്ഞേ. ഈക്വൽ വോളിയംസ് ഓഫ് ഓൾ ഗ്യാസസ് അറ്റ് സെയിം ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ കണ്ടെയ്ൻ ഈക്വൽ നമ്പർ ഓഫ് മോളിക്യൂൾസ്. മോൾസ് ഓഫ് മോളിക്യൂൾസ് എഴുതണേ പറയാം. പ്രശ്നമില്ലല്ലോ. അപ്പൊ സ്റ്റേറ്റ്മെന്റ് എഴുതിയ എന്നിട്ട് ഈ പെട്ടി ഇങ്ങനെ വരച്ചിട്ട് വരച്ചു വെച്ചാൽ മതി. ഇല്ലുസ്ട്രേഷൻ 3 പെട്ടിന്ന് വരച്ചിട്ട് എഴുതി. അവഗാഡ്രോ അപ്പൊ 5 ലോ പഠിച്ചു അല്ലെ? ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷൻസ് എത്രണ്ണം കവർ ചെയ്തു? 5 എണ്ണം കവർ ചെയ്തു കേട്ടോ. അടുത്ത ഡാൾട്ടൺസ് ആറ്റോമിക് തിയറി നോക്കാം. ഓക്കെ. എന്തായി? സെറ്റായോ? മാച്ചോട്ടെ. ഈ പെട്ടിയിലെ മാച്ചോട്ടെ. ആ പരീക്ഷ നിങ്ങൾ ഒരു ക്ലാസ് കണ്ട് തീർക്കാം. ഈ ആഷ്ലി മനോജിന്റെ നീതികൾ പേര് പറഞ്ഞ് ഇവിടെ ആൻലി അത് ക്ലാസ് കണ്ട കിട്ടിയില്ല. മോശം മെസ്സേജ്. മോളുടെ എത്ര കൂടെ കാണാണ്ട്? സാനിയുടെ 2 കൂടെ ഉള്ളു. ഇന്നിരുന്ന് കാണുമോ? അത് എന്നിട്ടത് എക്സാമിന് പോവാം. അപ്പൊ ഒരു കാര്യം ചെയ്യാം. നാളെ കഴിഞ്ഞാൽ മറ്റൊന്ന് ഒരു ദിവസം കൂടെ തരാം. അപ്പൊ മോളത് എക്സാം എഴുതണം കേട്ടോ. പിന്നെ മിസ്സിംഗ് ആയിട്ടുള്ളവരുണ്ടാ? വേറെ മോള് കണ്ടിട്ടില്ല അല്ലേ? 2 ദിവസം തരാം. അതിൻ്റെ ഉള്ളിൽ കണ്ട് തീർക്കോ? കുറച്ച് 6 ക്ലാസ് ഉണ്ട്. അന്ന് കണ്ട് പഠിച്ച് നോക്ക്. അപ്പൊ മോനായിരിക്കണം അല്ലെ? അപ്പം കിട്ടാത്തൊരു മാഷും കൊണ്ടൊന്ന് മെസ്സേജ് അയച്ചോളൂ ഇന്ന് വാട്സപ്പിൽ. എൽസ അയച്ചിട്ടുണ്ടായിരുന്നോളൂ അല്ലെ? നിങ്ങൾ അയച്ചിട്ടുണ്ടായിരുന്നോളൂ അല്ലെ? മാഷ് അത് അപ്ലോഡ് ആയിട്ടില്ല. ഓക്കെ. അപ്പൊ അത് ലിങ്ക് അയച്ചു തരാം. അപ്പൊ 6 ക്ലാസ്സുകൾ കണ്ടിട്ട് എന്ത് ചെയ്യാം? നാളെ കഴിഞ്ഞ് മറ്റൊന്ന് എന്ത് വയ്ക്കാം? എക്സാം വയ്ക്കാം. എന്തെങ്കിലും എഴുതിക്കോ. എല്ലാവരും എക്സാം എഴുതിക്കോ കേട്ടോ. നീ അത് കണ്ട് തീർക്കണം കേട്ടോ. മെസ്സേജ് അയച്ചോളൂ. പട്ടണ പോലെ എഴുതിക്കോ. കുഴപ്പമില്ല. 17 കണ്ട് പരീക്ഷ എഴുതിക്കണ്ടേ കേട്ടോ. അപ്പൊ നാളെയും കഴിഞ്ഞ് മറ്റൊന്ന് എന്ത് ചെയ്യാം? എക്സാം ഫിക്സ് ചെയ്യാം. അപ്പൊ നാളെ വരുമ്പോ എന്ത് ചെയ്യുക? അത് പഠിക്കുക കിട്ടിയപ്പോട്ട്. എന്നിട്ട് അതിൽ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? നാളെ വരുമ്പോ വേണമെങ്കിൽ ചോദിച്ച് ക്ലിയർ ചെയ്തിട്ട് പോക്കോളൂ കേട്ടോ. ഓക്കെ. എന്തായി? എഴുതിയോ? അടുത്ത ഹെഡിങ് കൊടുക്കുക. ഡാൾട്ടൺസ് ആറ്റോമിക് തിയറി. ഡാൾട്ടൺസ് ആറ്റോമിക് തിയറി. എഴുതിയെടുത്തോ? പതുക്കെ എഴുതിയെടുത്തോ.
ഡാൾട്ടൻസ് ആറ്റമിക് തിയറി ഹെഡിങ് കൊടുക്കട്ടെ. നാളെ ഇത് പഠിച്ചു വരണം കേട്ടോ. ഇന്ന് പഠിപ്പിച്ച സാധനങ്ങളൊക്കെ നാളെ പഠിക്കുന്ന എല്ലാ ദിവസവും ചോദിക്കും കേട്ടോ. ഇതൊക്കെ എന്തിനാ പഠിപ്പിക്കുന്നത് അല്ലെ? ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. ഇതാണ് എന്ത് ഡാൾട്ടന്റെ ആറ്റമിക് തിയറി. ഓക്കെ, ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങളൊന്നല്ല, ഒക്കെ പഴയ കാര്യങ്ങൾ തന്നെയാണ്. ജോൺ ഡാൾട്ടൺ ആണ് എന്ത് ഈ ഒരു തിയറി മുന്നോട്ട്. ഇനി ശ്രദ്ധിക്കുക, ഇനി എഴുതുന്നോ കഥയുള്ള കാര്യങ്ങളൊക്കെ സിമ്പിൾ കാര്യം. അപ്പൊ എല്ലാ വസ്തുക്കളും ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഏറ്റവും ബേസിക് പാർട്ടികൾ എന്താ? ഒരു വീട് ഉണ്ടാക്കുമ്പോ ഏറ്റവും ബേസിക് സാധനം എന്താ? ഒരു ഇഷ്ടികയാണ് അല്ലെ? ആണോ? ഏറ്റവും ബേസിക് പോയിന്റ് എന്താ? ഒരു ഇഷ്ടികയാണ്. ഒരു ഇഷ്ടിക വെച്ചിട്ടാണ് എന്ത് ചെയ്യണം? നമ്മൾ വെച്ചാണ് എന്ത് ചെയ്യണേ? ഉണ്ടാക്കി വരുന്നത് അല്ലെ? ഈ ഒരു പേന ഇത് നമ്മൾ 2 കഷ്ണാക്കി, എന്നിട്ട് ഒരെണ്ണെടുത്തിട്ട് വീണ്ടും 2 കഷ്ണാക്കി, ഒരെണ്ണെടുത്തിട്ട് വീണ്ടും 2 കഷ്ണാക്കി, അങ്ങനെ കഷ്ണാക്കി പോകുമ്പോൾ ഇതിന്റെ ഒരു ഇഷ്ടിക ഉണ്ടാവും അല്ലെ? ഇതിന്റെ ഒരു ഫൈനൽ പോയിന്റ് അത് വെച്ചിട്ടാണ് എന്ത് ചെയ്തിട്ടുണ്ടാവുക? ഈ മാറ്റർ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ടാവുക. അപ്പൊ ഡാൾട്ടൺ പറയുന്നത് എന്താ? ആ ബേസിക് സാധനം എന്താ? പാർട്ടിക്കിൾ കോൾഡ് ആറ്റം. ഇത് അറിയുന്ന കാര്യമല്ലേ? ഏറ്റവും ബേസിക് ആയിട്ട് സാധനം വിളിക്കുന്ന പേരാണ് എന്ത്? ആറ്റം. അപ്പൊ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് വായിച്ചേ എന്താ? മാറ്റർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മൈന്യൂട്ട് ആൻഡ് ഇൻഡിവിസിബിൾ പാർട്ടിക്കിൾ. മൈന്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ? വളരെ ചെറുത്. വളരെ ചെറുതെന്ന് വെച്ചാൽ നമുക്ക് ഊഹിക്കാൻ പറ്റാവുന്നതിലധികം എന്താണ്? ചെറുതാണ് കേട്ടോ. കണ്ണുകൊണ്ട് കാണാൻ പറ്റുമോ? ആറ്റം പറ്റില്ല, അത്രയും ചെറുതാണ്. മൈന്യൂട്ട് ആൻഡ് ഇൻഡിവിസിബിൾ പാർട്ടിക്കിൾ. എന്താ ഇൻഡിവിസിബിൾ പാർട്ടിക്കിൾ? അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ആറ്റം പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല? ആറ്റം എന്ത് ചെയ്യാൻ പറ്റില്ല? ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ആരുടെ കൺസെപ്റ്റ് അനുസരിച്ച്? ഡാൾട്ടന്റെ കൺസെപ്റ്റ് അനുസരിച്ച്. ആറ്റം പിന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആറ്റത്തിനുള്ളിൽ ആരൊക്കെ ഉണ്ട്? ഇലക്ട്രോൺ ഉണ്ട്, ന്യൂട്രോൺ ഉണ്ട്, പ്രോട്ടോൺ ഉണ്ട് എന്നൊക്കെ നമുക്കറിയാം. ഓക്കെ, ഇത് പിന്നീട് വരും. ഇത് അന്നത്തെ തിയറി നമ്മൾ പറയുന്നത് ഇൻഡിവിജ്വൽ പാർട്ടിക്കിൾ കോൾഡ് ആറ്റം. ആദ്യത്തെ വരി ക്ലിയർ അല്ലേ? രണ്ടാമത്തെ വരി എന്താ? ആറ്റംസ് ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ്. ഉള്ള ആറ്റം ഇല്ലാണ്ടാക്കാൻ പറ്റുമോ? ഈ പുസ്തകം ഇല്ലാണ്ടാക്കാൻ പറ്റുമോ? നമുക്ക് ഈ പുസ്തകം ഇല്ലാണ്ടാക്കാൻ പറ്റുമോ? വേണമെങ്കിൽ എന്ത് മാറ്റാം? ഫോം മാറ്റാം അല്ലേ? ഫോം മാറ്റാം. വേണമെങ്കിൽ ഇത് എന്ത് ചെയ്യാം? കത്തിച്ച് കളഞ്ഞാൽ എന്താ? ഇതിലുള്ള ആറ്റംസ് ലോകത്തപ്പോൾ ഉണ്ടാവില്ലേ? കുറെ ആറ്റംസ് എന്തായിട്ട് മാറും? കരിയായിട്ട് മാറും അല്ലെ? ആണോടാ? കുറെ ആറ്റംസ് എന്തായിട്ട് പോവും? ആവിയായിട്ട് പോവും. പുതിയ ആറ്റംസ് ഉണ്ടാക്കാൻ പറ്റുമോ? അതുപോലെ തന്നെ ഇല്ല. ഇപ്പൊ സൂര്യത്തിൽ നിന്ന് കുറച്ച് ആറ്റംസ് എടുക്കാൻ പറ്റുമോ? ഇല്ല. നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റില്ല? ഉള്ള ഫോമിൽ ഒരു ഫോമിൽ എന്ത് ചെയ്യാം? വേറെ ഫോമിലേക്ക് മാറ്റാം. ഉള്ള ആറ്റത്തിന് എന്ത് ചെയ്യാൻ പറ്റില്ല? നശിപ്പിക്കാൻ പറ്റില്ല. ഇനിയും അത് മാത്രമല്ല, പുതിയ ആറ്റത്തിന് എന്ത് ചെയ്യാനും പറ്റില്ല? പൊക്കി കൊണ്ടുവരാനും പറ്റില്ല. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് അല്ലെ ഇതല്ലേ കണ്ടത്? അപ്പൊ എന്താ പറയുന്നത്? ആറ്റംസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ക്രിയേറ്റ് ചെയ്യാനും പറ്റില്ല, അതേസമയം എന്താണ്? ഡിസ്ട്രോയ് ചെയ്യാനും പറ്റില്ല. എന്തത് ബുദ്ധിക്ക് രാത്രി ഉറക്കൊന്നില്ലേ? ആറ്റം ഒന്ന് എണീറ്റ് ഉറക്കൊന്ന് പോട്ടെ. എണീറ്റേ എന്റെ തലവേദനയാണോ? വയ്യാത്ത പ്രശ്നമാണോ? തുറക്കം വരുന്നത്? തല കറങ്ങുണ്ടോ? അയ്യോ, എന്തത് കുറച്ച് വെള്ളം കൊടുത്ത്. വെള്ളം ഉണ്ടോ? എണ്ണ കൊടുത്ത്. അതെ, അഞ്ജലീന വെള്ളം കൊടുക്കും. വെള്ളം കൊടുക്കും. ഞാൻ ഉറക്കം വരണമെന്ന് വിചാരിച്ചു. എന്തത് പെട്ടെന്ന് തലകറക്കം വരാറുണ്ട് ഇടക്കിടയ്ക്ക്. ഛർദിച്ചു. എന്ത് പറ്റി? അത് ഇത്തിരി വൈകിയതാണല്ലേ അവരെ? എന്താ പറ്റിയത്? ഇപ്പൊ ഫുഡൊന്നും ശരിയായില്ലേ? ഈ +1 തുടങ്ങുമ്പോ തന്നെ ഇപ്പോഴും ഇങ്ങനെയല്ലോ. കുറെ പേർക്ക് വയ്യായികളാ. +2 വെച്ചതുപോലെ ഓൺലൈനിലതാണ് വായിച്ചു കൊടുക്കുന്ന വീഡിയോ. കാലത്തല്ല അവർക്ക് ക്ലാസ് ആയിരുന്നത്. അപ്പൊ അവൾക്ക് എന്താ ആസ്മ ഉണ്ടെന്ന് പറഞ്ഞിട്ട് മയ്യ കൊണ്ടിരുന്നതാ. മഴ തുടങ്ങിയപ്പോ ആള് വരെ നിർത്തിക്കൊണ്ടാവും. എന്താ ഓക്കെ? തല കറങ്ങുണ്ടാവും. ഇനി തല കറങ്ങുണ്ടെങ്കിൽ നോ പ്രോബ്ലം. തല വെച്ച് കിടന്നോട്ടാ. വീട്ടിൽ പോണെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം.
ഓക്കെ. അപ്പൊ എന്ന് പറഞ്ഞ atoms can never be created nor be destroyed. ഇനി അത് കൂടുതൽ ശരിയാവും കണ്ടല്ലോ. ഉള്ള ആറ്റം ഉണ്ടാക്കാനും പറ്റില്ല, പുതിയതൊന്നും കൊണ്ടുവരാനും പറ്റില്ല, എന്ന് പറഞ്ഞ് നശിപ്പിക്കാനും പറ്റില്ല. ഇനി എന്താ അടുത്തതിലോ അതിൽ എളുപ്പമാണ്. നിങ്ങൾക്ക് അറിയുന്ന ആറ്റംസ് ഓഫ് ഒന്ന് ആലോചിക്കുക. സെയിം എലമെന്റിന്റെ ആറ്റംസ് എങ്ങനെയിരിക്കും? ഒരുപോലെ ഇരിക്കും, വേറെ വേറെ ഇരിക്കും? ഒരു എലമെന്റ് ഹൈഡ്രജൻ, എല്ലാ ഹൈഡ്രജൻ ആറ്റങ്ങളും എങ്ങനെ ഇരിക്കും? സെയിം ആയിരിക്കും. അതിൽ എഴുതി വെച്ചാൽ എന്താ ആറ്റംസ് ഓഫ് സെയിം എലമെന്റ് ഐഡന്റിക്കൽ ഇൻ their properties and mass. ഹൈഡ്രജന്റെ വെയിറ്റ് നമ്മൾ എപ്പോഴും എത്ര പറയാറ്? എച്ചിന്റെ വെയിറ്റ് 1 ആണ്. H2 ന്റെ വെയിറ്റ് ആണ് എത്ര? 2 ട്ടാ. അത് പഠിക്കുന്നത് നോക്കാം. ക്ലോറിന്റെ വെയിറ്റ് എപ്പോഴും എത്ര പറയാറ്? ആവറേജ് ചെയ്യുമ്പോൾ 35.5. നൈട്രജന്റെ എത്ര പറയാറ്? അറിയില്ലേ? 14. നമ്മള് ഹൈഡ്രജന്റെ ഒന്നും വേറെ സ്ഥലത്ത് ഹൈഡ്രജന്റെ 4 പറയാറുണ്ടോ? ഇല്ല. സെയിം എലമെന്റ് ആണോ അതിന്റെ മാസ് സെയിം ആയിരിക്കും, അതിന്റെ പ്രോപ്പർട്ടീസ് സെയിം ആയിരിക്കും. അപ്പൊ ആലോചിക്കുക, ഡിഫറെന്റ് ആയിട്ടുള്ള സാധനത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ നോക്കിയാൽ എന്താ ആറ്റംസ് ഓഫ് ഡിഫറെന്റ് എലമെന്റ്സ് ഹാവ് ഡിഫറെന്റ് പ്രോപ്പർട്ടീസ് ആൻഡ് മാസ്. ഇത് കേൾക്കുമ്പോൾ പുതിയ കാര്യമായിട്ട് തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവരും അറിയുന്നല്ലേ? ആണോ? അന്നത്തെ കാലത്താണ് അത് പുതിയ കാര്യം അല്ലെ? ഇനി ആറ്റംസ് ചേർന്നിട്ട് എന്തുണ്ടാവും? കോമ്പൗണ്ട് ഉണ്ടാവും, അല്ലെങ്കിൽ മോളിക്യൂൾസ് ഉണ്ടാവും അല്ലെ? Atoms are combined to form compound atoms called the molecule. അപ്പൊ ആറ്റംസ് ചേർന്നിട്ടാണ് എന്തുണ്ടാവണേ? മോളിക്യൂൾസ് ഉണ്ടാവും. ഇനി when atoms combine ചെയ്യുന്ന സമയത്ത് they do so in a fixed ratio by mass. ആറ്റംസ് കൂടി ചേരുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ള എന്തുണ്ട്? ഒരു റേഷ്യോ ഉണ്ട്. ഇപ്പോ വാട്ടർ ഉണ്ടാവും. വാട്ടർ എന്ന് പറയുന്ന ഒരു മോളിക്യൂൾ ഉണ്ടാവും. എങ്ങനെയാ വാട്ടർ എന്ന് പറയുന്ന മോളിക്യൂൾ ഉണ്ടാവുന്നത്? രണ്ട് ഹൈഡ്രജനും ഒരു ഓക്സിജൻ ചേർന്നിട്ടല്ലേ വാട്ടർ ഉണ്ടാവുക? ആണോടാ മക്കളെ? ശരിയല്ലേ? അപ്പൊ അതിന് കൃത്യമായിട്ട് അപ്പൊ 2 ഹൈഡ്രജൻ എന്ന് പറയുമ്പോ വെയിറ്റ് എത്രയാ? ഒരു ഓക്സിജൻ എന്ന് പറയുമ്പോ വെയിറ്റ് എത്രയാ? നമ്മൾ കഴിഞ്ഞ ഓക്സിജൻ കണ്ടതാണ്. അപ്പൊ എത്രയാ? 2:16. അപ്പൊ എത്രയാ? 1:8 എന്നുള്ള റേഷ്യോ. അപ്പൊ മാസിന്റെ റേഷ്യോ എന്തായിരിക്കും? ഫിക്സ്ഡ് ആയിരിക്കും. എപ്പോ ആറ്റംസ് കമ്പൈൻ ചെയ്യുമ്പോൾ. ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ. ഇതൊരു പഠിക്കാണ്ട് എന്നുള്ള സ്ഥിതിക്ക് എന്ത് ചെയ്യുക? ഒന്ന് എഴുതി വയ്ക്കുക, നാളെ നിങ്ങൾ ചോദിക്കും കേട്ടോ. ഇതാണ് എന്ത്? ഡാൾട്ടന്റെ ആറ്റമിക് തിയറി. ആദ്യത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുന്നത് തന്നെയാണ്. അത് എഴുതിയിട്ട് അവസാനിപ്പിക്കണം. സമയം ഇനി ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യണത്. ഹെഡിങ് കൊടുക്കുക, ആറ്റം. വേഗം എഴുതി അവസാനിപ്പിച്ച കുഞ്ഞു കുഞ്ഞു ഡെഫിനിഷൻസ് ആണ്. ആറ്റംസ് എന്താ? ആറ്റം ഏറ്റവും മൈന്യൂട്ട്. ഓക്കെ. ഏറ്റവും എന്താ? ചെറുത് അല്ലേ? ഒരു മാറ്ററിന്റെ ഏറ്റവും സ്മോളസ്റ്റ് പാർട്ടിക്കിൾ വിളിക്കുന്ന പേരാണെന്ത്? ആറ്റം. പെട്ടെന്ന് എഴുതി പോവുക. കുറച്ച് ഡെഫിനിഷൻസ് ഒക്കെ അറിയുന്നതാണ്. സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ഓഫ് എൻ എലമെന്റ്. ആറ്റം എന്താണ്? സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ഓഫ് എൻ എലമെന്റ്. മോളിക്യൂൾ ആരുടെ സ്മോളസ്റ്റ് ആയിരിക്കും? സബ്സ്റ്റാൻസിന്റെ അല്ലെ? കോമ്പൗണ്ടിന്റെ. അടുത്ത തൊട്ട് താഴെ തൊട്ടടിയിൽ എഴുതുക മോളിക്യൂൾസ്. അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എഴുതി വെക്കോ. മോളിക്യൂൾസ് ഏതാ? പേനോടുള്ള മോളിക്യൂൾസ് എന്താ? മോളിക്യൂൾസ് എന്താ? സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ഓഫ് ആരാ? കോമ്പൗണ്ട്. സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ഓഫ് കോമ്പൗണ്ട്. അടുത്ത തൊട്ട് താഴെ ഹെഡിങ് കൊടുക്കുക. അറിയുന്ന വേഗം എഴുതി പോകും. ടൈപ്സ് ഓഫ് മോളിക്യൂൾസ്. പേന കിട്ടിയില്ല, ഒരു പേന കൊടുത്ത് കിട്ടേ വിഷയമാണോ? എന്നാ തിരിച്ചു കൊടുത്തോളൂ കേട്ടോ. എന്താ അടുത്ത? ടൈപ്സ് ഓഫ് മോളിക്യൂൾസ്. 2 ടൈപ്പ് മോളിക്യൂൾസ് ആണ് ഉള്ളത് മക്കളെ. ഒന്ന് ഹോമോ ആറ്റോമിക് മോളിക്യൂൾസും മറ്റൊന്ന് ഹെട്രോ ആറ്റോമിക് മോളിക്യൂൾസ്. കുഴപ്പമില്ലല്ലോ. അപ്പൊ എഴുതുക ടൈപ്സ് ഓഫ് മോളിക്യൂൾസ്. ടൈപ്സ് ഓഫ് മോളിക്യൂൾസ്. ടൈപ്സ് ഓഫ് മോളിക്യൂൾസിൽ ഒന്ന് ഏതാണ്? ഹോമോ ആറ്റോമിക് മോളിക്യൂൾസ്. എന്താ? ഹോമോ ആറ്റോമിക് മോളിക്യൂൾസ്. മറ്റൊന്നെന്താ?
ഹെട്രോ ആറ്റോമിക് മോളിക്യൂൾസ്. അപ്പോ ഹോമോയും അതുപോലെ എന്താണ് ഹെട്രോയും ആണ് വരുന്നത് അല്ലെ. ഹോമോന്യൂക്ലിയർ അല്ലെ, സോറി ആറ്റോമിക് എന്നല്ല, ഹോമോന്യൂക്ലിയർ കേട്ടോ, ക്യാൻസൽ ചെയ്ത് എഴുതുക. ഹോമോന്യൂക്ലിയർ, ഹെട്രോന്യൂക്ലിയർ കേട്ടോ. ഹോമോന്യൂക്ലിയർ, ഹെട്രോന്യൂക്ലിയർ. ആറ്റോമിക് എന്നും പറയാറുണ്ട് കേട്ടോ. മോണോ ഡൈലാണ് പക്ഷെ അത് കൂടുതലായിട്ട് പറയുന്നത്. എന്താ ഹോമോന്യൂക്ലിയർ മോളിക്യൂൾസ്? ഹൈഡ്രജൻ മോളിക്യൂൾ ആലോചിച്ച് നോക്കിയേ. എന്താ ഹൈഡ്രജൻ മോളിക്യൂൾസിന്റെ പ്രത്യേകത? അതിൽ ആര് മാത്രമേ ഉള്ളൂ? ഹൈഡ്രജൻ മാത്രമേ ഉള്ളൂ. അപ്പൊ ആകെ ഒരു ടൈപ്പ് ആറ്റേ ഉള്ളൂ ആ മോളിക്യൂളിലെങ്കിൽ അതാണ് എന്ത്? ഹോമോ. ഹോമോന്റെ അർത്ഥം പറഞ്ഞോ, എന്താ? സെയിം അല്ലേ? അപ്പൊ H2 അല്ലെങ്കിൽ ആരാ Cl2 അല്ലെങ്കിൽ ആരാ N2, ഇതൊക്കെ എന്താ? മോളിക്യൂൾസ് ആണ് അല്ലെ. ഇതിലൊക്കെയുള്ള ആറ്റംസ് എന്താ? ആറ്റംസ് എന്താ? സെയിം അല്ലേ? അതേസമയം H2O, NH3 അല്ലെ, NH4Cl, ഇതൊക്കെ മോളിക്യൂൾസ് തന്നെയാണ്. പക്ഷെ ഇതിലൊക്കെ എന്തുണ്ട്? ഒരു മോളിക്യൂളിൽ എന്തുണ്ട്? ഒന്നിലധികം ആരുണ്ട്? ഒന്നിലധികം ടൈപ്പ് ഓഫ് ആറ്റംസ് ഉണ്ട് അല്ലെ. അപ്പൊ എന്താ ഹോമോന്യൂക്ലിയർ? ഹോമോന്യൂക്ലിയർ മോളിക്യൂൾസ് വെച്ച് കഴിഞ്ഞാൽ contain only one type of ആരെ? one type of ആരാ? ഒറ്റ പറഞ്ഞടാ. one type of ആരാ? ആറ്റം അല്ലെ. ഹോമോന്യൂക്ലിയറിൽ ആകെ ഒരു ടൈപ്പ് ആറ്റം മാത്രമേ എന്ത് ഉണ്ടാവുള്ളൂ അല്ലെ. എക്സാമ്പിൾസ് ഒക്കെ ബ്രാക്കറ്റിലിട്ട് എഴുതിയാൽ കുഞ്ഞു സാധനങ്ങളാ അല്ലെ. എക്സാമ്പിൾസ് ആയിട്ട് ഒരു മരുന്നിന് എഴുതിയിരിക്കുക H2Cl2. അടുത്ത് ഹെട്രോന്യൂക്ലിയർ ഇപ്പൊ എന്തായിരിക്കും? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആറ്റം, contain different type of atom, എക്സാമ്പിൾ വേണമെങ്കിൽ മാർക്ക് ചെയ്തോ. NH3, NH4Cl എക്സെട്ര. കൂടുതൽ ഡെഫിനിഷൻസ് നോക്കണില്ല, നമ്മള് സിമ്പിൾ ആയിട്ട് നാളെ പഠിച്ചു വരണം കേട്ടോ. നാളെ ചോദിക്കുമ്പോ കിട്ടണം കേട്ടോ. ചോദിക്കുമ്പോ എല്ലാവർക്കും ഉത്തരങ്ങൾ കിട്ടണം കേട്ടോ. ഒരു ദിവസം മാഷ് പിടിച്ച് തല്ലുമ്പോ പിന്നെ വിഷമായിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത്. എല്ലാ ദിവസം എന്ത് ചെയ്യാം? ആകെ കുറച്ച് കാര്യങ്ങൾ ഇപ്പൊ പഠിപ്പിക്കണുള്ളൂ. ആകെ കുറച്ച് കാര്യം പഠിപ്പിക്കണേ ആണോ? അതെ. അപ്പൊ അത് കൃത്യമായിട്ട് പഠിച്ചു വന്നോളൂ. തല്ലു പിടിക്കാൻ നിർദ്ദേശിക്കും. അടുത്ത് എഴുതുക. Based on number of atoms, നമ്പർ ഓഫ് ആറ്റംസിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എങ്ങനെയൊക്കെ തിരിക്കാം? മോണോ ആറ്റോമിക് ആയിട്ടുള്ള മോളിക്യൂൾസ് ഉണ്ട്. മോണോ ആറ്റോമിക് മോളിക്യൂൾസ് അതായത് ഇപ്പൊ ഹീലിയത്തിന്റെ മോളിക്യൂള് ഏതാ? ഹീലിയത്തിന്റെ ആറ്റം ഏതാ? പറഞ്ഞ ഹീലിയത്തിന്റെ ഹീലിയത്തിന്റെ ആറ്റം ഏതാ? ഹീലിയത്തിന്റെ ആറ്റം എങ്ങനെ എഴുതാറ് നമ്മള്? ഒന്ന് പറയടാ, അവരെ മനസ്സിലായി എന്താ? He അല്ലെ. He ആണ് ഹീലിയത്തിന്റെ ആറ്റം. ഹീലിയത്തിന്റെ മോളിക്യൂൾ എങ്ങനെ എഴുതാറ്? ഹീലിയത്തിന്റെ മോളിക്യൂളും എങ്ങനെ തന്നെ എഴുതാറ്? He എന്ന് തന്നെയാണ് എഴുതാറ്. പിടികിട്ടിയ? അതായത് ഹീലിയത്തിന്റെ ആറ്റം ഒരാറ്റം തന്നെയാണ് അതിന്റെ എന്തും അതിന്റെ മോളിക്യൂളും. ഒരു ഹീലിയത്തിന്റെ ഒരു ആറ്റം തന്നെയാണ് അതിന്റെ എന്തും. അങ്ങനെയുള്ള മോളിക്യൂൾസിനെ വിളിക്കുന്ന പേരാണ് എന്ത്? മോണോ ആറ്റോമിക് മോളിക്യൂൾസ്. അങ്ങനെയുള്ള മോളിക്യൂൾസിനെ വിളിക്കുന്ന പേരാണ് എന്ത്? മോണോ ആറ്റോമിക് മോളിക്യൂൾസ്. കുഴപ്പമില്ലല്ലോ. ഇപ്പൊ നിയോണിന്റെ ആറ്റം ഏതാ? Ne ആണ്. അതിന്റെ മോളിക്യൂൾ ഏത് തന്നെയാണ്? Ne ആണോ? ഇപ്പൊ ഹൈഡ്രജൻ അല്ലെങ്കിൽ ഹൈഡ്രജൻ നമുക്കറിയാം. ആറ്റം എന്താ? H. മോളിക്യൂൾ എന്താ?
മോളിക്യൂൾ എന്താ? അപ്പൊ ആറ്റം എന്തിട്ടാ? എന്തിട്ടാണ് കെമിസ്ട്രി എവിടെ കിട്ടിയതല്ലേ? പറയേ. ഹൈഡ്രജന്റെ ആറ്റം എന്ന് പറഞ്ഞിട്ട് എഴുതുക നിങ്ങള്. ഒന്ന് ഉറക്കം എച്ച് എന്നല്ലെന്ന് ഉറക്കം പറഞ്ഞ് കേൾക്കട്ടെ. ഹൈഡ്രജന്റെ ആറ്റം എന്ന് പറഞ്ഞാൽ എന്താ? എച്ച്. ഹൈഡ്രജൻ മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ ഉഷാറായിട്ട് പറയാ എന്താ? H2. അപ്പൊ അതിൽ എത്ര ആറ്റംസ് ഉണ്ട്? ഒരു മോളിക്യൂളില് 2 ആറ്റംസ് ഉണ്ട്. അപ്പൊ അതാണ് ഏതിൽ പെടുക? ഡൈ ആറ്റോമിക് മോളിക്യൂൾസ്. അപ്പൊ മോണോ ആറ്റോമിക് മോളിക്യൂൾസിൽ എന്താ? അതില് എത്ര ആറ്റംസേ ഉള്ളൂ? അങ്ങനത്തെ മോളിക്യൂൾസിൽ എത്ര ആറ്റംസേ ഉണ്ടാവുള്ളൂ? ഒരൊറ്റ ആറ്റംസേ ഉണ്ടാവുള്ളൂ അല്ലെ? മോണോ ആറ്റോമിക്കിൽ എത്രണ്ണേ ഉള്ളൂ? ഒരാറ്റം. അപ്പൊ എന്താ? കണ്ടെയ്ൻ ഓൺലി 1 ആറ്റം. contain only 1 atom. അപ്പൊ ഡയാറ്റോമിക്കില 2 atom. contain 2 atom. contain 2 atom. ഇനി കണ്ടമാനുണ്ടെങ്കിലോ അതിനെന്ന് വിളിക്കാം പോളി അല്ലെ? പോളി ആറ്റോമിക്. വെരി ഗുഡ്. പോളി ആറ്റോമിക് മോളിക്യൂൾസ്. പോളി ആറ്റോമിക് ആയിട്ടുള്ള മോളിക്യൂൾസ്. അപ്പൊ എന്താ? കണ്ടെയ്ൻ മോർ ദാൻ 2 ആറ്റം. കണ്ടെയ്ൻ മോർ ദാൻ 2 ആറ്റംസ്. ഓക്കെ. അപ്പൊ പോളി ആറ്റോമിക്, മോണോ ആറ്റോമിക്, ഡയാറ്റോമിക്. ഇത് എന്തിന്റെ അടിസ്ഥാനത്തിലുള്ള ക്ലാസിഫിക്കേഷനാ? മോളിക്യൂളിന്റെ ഉള്ളിലുള്ള നമ്പർ ഓഫ് ആറ്റംസിന്റെ അടിസ്ഥാനത്തിലാണ് കേട്ടോ. ഓക്കെ. അപ്പൊ ഇത് പറഞ്ഞേ ടൈപ്സ് ഓഫ് മോളിക്യൂള് എത്രണ്ണ? 2 ഏതൊക്കെയാ? ഹോമോ, ഹെട്രോ. ഹോമോയില് എന്താ? കണ്ടെയ്ൻ ഓൺലി 1 ആറ്റം എന്നാണോ? ശരിയല്ലേ? 1 ആറ്റം എന്താ? 1 ടൈപ്പ് ഓഫ് ആറ്റം. ഏതില്? ഹോമോന്യൂക്ലിയർ. ഹെട്രോയില് എന്താ? കണ്ടെയ്ൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആറ്റം. വ്യത്യാസമില്ലേ? ഇവിടെ പറയണ എന്താ? കണ്ടെയ്ൻ ഓൺലി 1 ആറ്റം. കണ്ടെയ്ൻ ഓൺലി 2 ആറ്റം. അടിയിൽ 2 ആറ്റം. പോളിയിൽ വരുമ്പോ മോർ ദാൻ 2 ആറ്റംസ്. ഇതും ഇതിന് വ്യത്യാസം ഉണ്ടോ? ഉണ്ട്. ഇതിൽ ആകെ ഒരു ടൈപ്പ് ആറ്റം ഉണ്ടാവുള്ളൂ. ഇതിൽ പല ടൈപ്പ് ആറ്റം ഉണ്ടാവും. ഇതില് H2 അല്ലേ? H2 ആണ്. അതേതാ? ഡയാറ്റോമിക് ആണ്. ഓക്കെ. NH3 ഏതിൽ വിടുക? പോളി ആറ്റോമിക്കിൽ വിടുക. അത് മാർക്ക് ചെയ്ത് വെച്ച കുഞ്ഞു കുഞ്ഞു സാധനങ്ങളാണ് അല്ലേ? പോളി ആറ്റോമിക്കിന് ഒന്നിനോട് ഉദാഹരണങ്ങൾ വേണ്ടേ? O3. അല്ലെങ്കിൽ വേണ്ട ഉദാഹരണം വേണ്ട. ബേസിക് സാധനങ്ങളാണ്. പരീക്ഷയ്ക്കൊന്നും വരില്ല ഉള്ള സ്ഥിതിക്ക് നമ്മൾ ഏറ്റവും ബേസിക് പഠിപ്പിച്ച് പോകണമെന്ന് മാത്രം. ഏറ്റവും ഐഡിയ കിട്ടാൻ വേണ്ടി. അടുത്ത് കൊടുക്കാം ആറ്റോമിക് മാസ്. ആറ്റോമിക് മാസ് എക്സാമ്പിൾസ് വേണ്ട. സിമ്പിൾ ഡെഫിനിഷൻസ് ആയിട്ടാണ് എഴുതുന്നത് കേട്ടോ. ഇതൊക്കെ പഠിച്ചു വന്നോളാം നാളെ വരുമ്പോ. ആറ്റോമിക് മാസ് ശ്രദ്ധിക്കുക. അപ്പൊ ആറ്റം വളരെ എന്താണെന്ന് മനസ്സിലായി? അല്ലെങ്കിൽ മനസ്സിലായി എന്നല്ല, നിങ്ങൾക്ക് അറിയാം. ആറ്റം വളരെ എന്താ? ആറ്റം വളരെ എന്താ? ചെറുതാണ്. ആ ചെറിയ ആറ്റത്തിന്റെ എന്ത് കിട്ടണം? മാസ് കിട്ടണം. ഇനി അതാണ് പണി. ചെറിയ ആറ്റത്തിന്റെ എന്ത് കിട്ടണം? മാസ്. എന്താ ഹെഡിങ് എഴുതി വെച്ച്? ആറ്റോമിക് മാസ്. എങ്ങനെ നമുക്ക് ആറ്റോമിക് മാസ് കണക്കാക്കാം? ഒരു മാസ് കണക്കാക്കണമെങ്കിൽ നമുക്കുള്ള യൂണിറ്റ് എന്താ? മാസിന്റെ യൂണിറ്റ് എന്താ? കിലോഗ്രാം. കിലോഗ്രാം വെച്ചിട്ട് നമുക്ക് ആറ്റം അളക്കാൻ പറ്റുമോ? ഒരു ആറ്റത്തിന്റെ വെയിറ്റ് പറയാൻ പറ്റുമോ? പറ്റില്ല. കാരണം എന്താ? ആറ്റം ഭയങ്കര എന്താ? ആറ്റം ഭയങ്കര എന്താ? ചെറുതാ. നമ്മൾ കിലോഗ്രാം വെച്ചിട്ട് മെഷർ ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ വളരെ ചെറിയ വാല്യൂ ആണ് കിട്ടും. അപ്പൊ ആറ്റോമിക് മാസ് മെഷർ ചെയ്യാനായിട്ട് നമുക്ക് എന്ത് വേണം? ഒരു യൂണിറ്റ് വേണം. ആ യൂണിറ്റിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ആറ്റോമിക് മാസ് യൂണിറ്റ്. അപ്പൊ ആറ്റോമിക് മാസ് വെച്ച് നമുക്ക് മനസ്സിലായി ആറ്റത്തിന്റെ മാസ്. യൂണിറ്റ് ഓഫ് ആറ്റോമിക് മാസ്. ആറ്റോമിക് മാസ് പറയുന്ന യൂണിറ്റ് ആണ് ഈസ് ആറ്റോമിക് മാസ് യൂണിറ്റ്. ഇതാണ് ആറ്റോമിക് മാസ്. ഇതിന്റെ പുതിയ പേര് ഇപ്പൊ എന്താ? 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും. ഇതിന്റെ പുതിയ പേരാണ് യൂണിഫൈഡ് മാസ്. എന്താണ്? യൂണിഫൈഡ് മാസ്. അപ്പൊ മാസ് അളക്കാനുള്ള യൂണിറ്റ് എന്താ? മാസ് അളക്കാനുള്ള യൂണിറ്റ് എന്താ? കിലോഗ്രാം. പക്ഷെ അത് വളരെ വലിയ യൂണിറ്റ് ആണ്. ആറ്റം വളരെ ചെറുതാണ്. അതുകൊണ്ട് ആറ്റത്തിന്റെ മാസ് അളക്കാൻ ഒരു യൂണിറ്റ് ഉണ്ട്. പുതിയൊരു യൂണിറ്റ് കൊണ്ടുവരികയാണ്. ആ യൂണിറ്റിന്റെ പേരാണ് എന്ത്?
ആറ്റോമിക് മാസ് യൂണിറ്റ് അല്ലെങ്കിൽ യൂണിഫൈഡ് മാസ്. അതിന്റെ സിമ്പിൾ എന്താണ്? യു. സിമ്പിൾ എന്താ? അപ്പൊ ഒരു കട്ട, ഒരു കിലോന്റെ ഒരു കട്ട വയ്ക്കണ പോലെ ആറ്റത്തിന്റെ മാസ് അളക്കാനുള്ള ഒരു കട്ടയാണ് എന്ത്? ഒരു യു. ഒരു യുന്റെ കട്ട. കുഴപ്പമില്ലല്ലോ, ക്ലിയർ ആണോ? ഇനി എന്തറിയണം? എന്താണ് യൂണിഫൈഡ് മാസ്? എത്ര മാസ് ആയിരിക്കും യൂണിഫൈഡ് മാസ് പറഞ്ഞാൽ? ശ്രദ്ധിക്കും. യൂണിഫൈഡ് മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രധാനപ്പെട്ട ഒരു ഡെഫിനിഷൻ ആണ്, അല്ലെങ്കിൽ AMU 1 AMUയുടെ ഡെഫിനിഷൻ ആണ് പറയുന്നത്. നമ്മളൊരു കാർബൺ 12 ആറ്റം എടുക്കാം. കാർബണിന്റെ എന്താണ് മാസ് നമ്പർ 12 ഉള്ള ഒരു കാർബൺ ആറ്റം എടുക്കാം. മാസ് നമ്പർ പഠിച്ചിട്ടാ മാസ് നമ്പർ പഠിച്ചിട്ടാ കേട്ടുണ്ടാവല്ലോ ഇല്ലേ? ഒരു സാധനം ഉണ്ട്, പ്രോട്ടോണിന്റെ ന്യൂട്രോണിന്റെ എണ്ണ, അതിനാണ് മാസ് നമ്പർ എന്ന് പറയാം. പോട്ടെ, കാർബൺ 12 ആറ്റം എടുക്കാം. അപ്പൊ എന്താറ്റാണ്? ബേസിക്കലി എന്ത് മനസ്സിലാക്കാം? എന്താറ്റാ? ജസ്റ്റ് എന്ത് മനസ്സിലാക്കാം? എന്താറ്റം? ഒന്ന് പറയാ പറഞ്ഞേ. കാർബൺ ആറ്റം. എന്താറ്റം എടുക്കാം? കാർബൺ ആറ്റം. ഇതിന് എത്ര കഷ്ണമായിട്ട് മുറിക്കണം? എത്ര കഷ്ണായി? 4ആയി. ഇപ്പൊ എത്രണ്ണായി? 6ആയി, 8ആയി. ഈക്വലാണ് കേട്ടോ. എത്രയായി? 10ആയി, 12. എത്ര കഷ്ണമായിട്ട് മുറിച്ചു? 12 കഷ്ണമായിട്ട് മുറിച്ചു. ആരെ? കാർബൺ 12 ആറ്റത്തിന് എത്ര കഷ്ണമായിട്ട് മുറിച്ചു? 12 കഷ്ണമായിട്ട് മുറിച്ചു കേട്ടോ. ആരെ മുറിച്ചേ? എന്നിട്ട് ഇതിന്ന് ഒരു പീസ് അങ്ങനെ എടുക്കുക. ഒരു പീസ് എടുത്ത് മാഷ് മാറ്റി വെച്ചു. ഇതിപ്പോ എന്താ സാധനം? ഇതിപ്പോ എന്താ? കാർബൺ 12 ആറ്റത്തിന്റെ 12ൽ ഒരു ഭാഗം. ശരിയല്ലേ? ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ എന്ന് പറയാം 1/12 ഓഫ് ആര്? കാർബൺ 12 ആറ്റം. എതിർപ്പുണ്ടാ? എന്താണ്? ഒരു കാർബൺ 12 ആറ്റത്തിന്റെ 12ൽ ഒരു ഭാഗമാണ് ഈ സാധനം. പ്രശ്നമില്ലല്ലോ. ഈ കട്ടിയില്ലേ? ഈ കട്ടിയാണ് നമ്മുടെ എന്ത്? ഒരു AMU അല്ലെങ്കിൽ ഉപയോഗിക്കണേ എന്താ? യു. പിടികിട്ടിയ എന്താ? യു മനസ്സിലായോ? അപ്പൊ ഒരു യു എന്താന്ന് പിടികിട്ടിയ? 1 യൂണിഫൈഡ് മാസ് എന്താന്ന് പിടികിട്ടിയ? എന്താ? ഒരു കട്ട. ആ കട്ട എന്താ കൂടെ പറയണം? ആ കട്ടയുടെ പ്രത്യേകത എന്താ? അത് ആരുടെ 1/12? കാർബൺ 12 ആറ്റത്തിന്റെ 1/12 മാസ് എത്രയാണോ അതിനാണ് എന്ന് പറയുന്നത് നമ്മൾ 1U എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഭംഗിയായിട്ട് അഡ്മിഷൻ എന്ന് പറയുന്നത് നമുക്ക് 1/12 മാസ് ഓഫ് കാർബൺ 12 ആറ്റം. ശരിയല്ലേ? 1/12 മാസ് ഓഫ് ആരാ? കാർബൺ 12 ആറ്റം. സിമ്പിൾ ഡെഫിനിഷൻ. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഒരു എന്ത് മാസാ? യൂണിഫൈഡ് മാസ്. ഒരു കട്ട. അപ്പൊ കാർബണിന്റെ വെയിറ്റ് എത്ര വരിക? എന്നാലും ചെയ്യേ. അപ്പൊ ഒരു കാർബണിന്റെ വെയിറ്റ് എത്ര യുവാ? പറയേ, ഒരു കാർബണിന്റെ വെയിറ്റ് എത്ര യുവാ? അത് പറ. 12 യു അല്ലേ വരിക? കാരണം 12 വെച്ചാൽ ഒരു കാർബൺ ആവുക. അപ്പോഴാണ് നമ്മൾ പഠിക്കാറില്ല കാർബണിന്റെ വെയിറ്റ് എത്രയാ നമ്മൾ പഠിക്കാറ്? കാർബണിന്റെ വെയിറ്റ് എത്രയാ? 12 ഉണ്ട്, 14 ഉണ്ട്, 13 ഉണ്ട്. അത് മാസ് നമ്പറിൽ വരുന്ന വേരിയേഷനാണ് പിന്നീട് പഠിക്കുക. കുഴപ്പമില്ലല്ലോ. അപ്പൊ കറക്റ്റ് ആയിട്ട് ഡെഫിനിഷൻ പഠിച്ചേ. എന്താണ് യൂണിഫൈഡ് മാസ്? അല്ലെങ്കിൽ AMU എന്നും പറയാറുണ്ട് കേട്ടോ. ആറ്റോമിക് മാസ് യൂണിറ്റ് എന്നും പറയാറുണ്ട്. ഡെഫിനിഷൻ എന്ന് പറഞ്ഞേ 1/12 മാസ് ഓഫ് കാർബൺ 12 ആറ്റം. അങ്ങോട്ട് പറഞ്ഞേ എന്താ? ഒരു യു. 1/12 മാസ് ഓഫ് കാർബൺ 12 ആറ്റം. ശ്രദ്ധിക്കുക, ബോൾഡ് ശ്രദ്ധിക്കുക. ഇനി ഇതിന്റെ ഒരു കാൽക്കുലേഷൻ ഉണ്ട്. 1U എന്ന് പറഞ്ഞ ഏകദേശം 1 AMU എന്ന് പറയും, അല്ലെങ്കിൽ ഒരു യു എന്നും പറയും കേട്ടോ. ഒരു AMU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം എത്ര കിലോഗ്രാം ആണ്? 1.66 into 10⁻⁻27 കിലോഗ്രാം ആണ്. കിലോയില് പറയണം കേട്ടോ. അപ്പൊ 10⁻⁻ എത്രയാ? -27. അതായത് 0 ഇട്ടിട്ട് പോയിന്റ് ഇട്ടിട്ട് എത്ര 0 ഇടണം മാഷ്? എത്ര 0 ഇടണം? 27 0 ഇട്ടിട്ട് 1.66 കിലോ കേട്ടോ. അത്രയും എന്താ
ചെറുതാണ് ഒരു യു എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഒരു AMU എത്രയാണ്? 1.66 into 10⁻⁻27 കിലോഗ്രാം. ഇത് കൊണ്ടുപോയിട്ട് അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പൊ AMU എന്ന് പറയാറുണ്ട്. ഇപ്പൊ അതിന് എന്താണ് പറയാറുള്ളത്? യൂണിഫൈഡ് മാസ്. യു അല്ലേ 10ാം ക്ലാസ്സിലൊക്കെ ഉപയോഗിച്ചാണ്? ആണോ? അതെ. അപ്പൊ യു. അപ്പൊ ഡെഫിനിഷൻ എഴുതിയിരിക്കുക 1 യൂണിഫൈഡ് മാസ് ഈക്വൽ ടു 1/12 മാസ് ഓഫ് കാർബൺ 12 ആറ്റം. ഇതിന്റെ കൺസെപ്റ്റ് മനസ്സിലായില്ലേ? കാർബൺ 12 ആറ്റത്തിന് എത്ര കഷ്ണമാക്കുക? 12 കഷ്ണമാക്കുക. അതിലൊരു കഷ്ണത്തിന്റെ വെയിറ്റ് അത്ര. അപ്പൊ നമുക്ക് ഇനി എന്ത് ചെയ്യാം? അറിയാവുന്ന വാല്യൂസ് ഒക്കെ ലിസ്റ്റ് ചെയ്ത് കൊണ്ടുവരാം അല്ലേ? ഇത് ആരെ വൈഫൈ കണക്ട് ആവുന്നുണ്ടല്ലോ. എന്തായി? സെറ്റായ? ഇനി ഒരു കാര്യം ചെയ്യാം. ഹൈഡ്രജന്റെ ഒരു ത്രാസ് വെച്ചിട്ടാണ് നോക്കാം. ഇതൊരു ബാലൻസ് എടുത്ത് മോശം. ഇവിടെ നമ്മൾ എലമെന്റ് വയ്ക്കും, ഇവിടെ നമ്മൾ കട്ട വയ്ക്കും. കുഴപ്പമില്ല. ഒരു ഹൈഡ്രജൻ ആറ്റം വെച്ചു മാഷിവിടെ. ഇവിടെ എത്ര കട്ട വെച്ചു? ഒരു കട്ട വെച്ചു. ബാലൻസ് ആവുക? ബാലൻസ് ആവും. എന്താവും? ബാലൻസ് ആവും. ഐഡിയ മനസ്സിലായ? വെറുതെ പറയാൻ ഐഡിയ കിട്ടാൻ നല്ല ചെയ്ത് നോക്കുക. ഒരു ഹൈഡ്രജന്റെ കട്ട അവിടെ വെച്ചു, ഇപ്പുറത്ത് വെച്ചു. എത്ര കട്ട അവിടെ വെച്ചു? ഒരു കട്ട. ഈ ഒരു കട്ട എന്താ? ഒരു കട്ട എന്താ? ഒക്കെ പറഞ്ഞേ. 1U 1AM ഇതാണല്ലേ? കുഴപ്പമില്ലല്ലോ. ഒരു കട്ട അവിടെ വെച്ചു ഹൈഡ്രജന്റെ, ഒരു ഹൈഡ്രജൻ ആറ്റം അവിടെ വെച്ചു, ഒരു കട്ട അവിടെ വെച്ചു. എന്തായി? ബാലൻസ് ആയി. അപ്പൊ നമുക്ക് ധൈര്യമായിട്ട് പറയാം എന്താ? ഹൈഡ്രജന്റെ വെയിറ്റ് എത്ര യു ആ? എത്ര യു ആ? അപ്പൊ H2ന്റെ വെയിറ്റ് എത്ര? അതുപോലെ നമ്മൾ അളക്കണം. അപ്പൊ ഇതൊരു ലിസ്റ്റ് ആക്കി കൊണ്ടുവരണം. യു എഴുതുന്നുണ്ട്. അപ്പൊ ഹൈഡ്രജന്റെ വാല്യൂ എത്രയാ? 1. നമ്മൾ ഹീലിയം വെച്ച് നോക്കി. അപ്പൊ എത്ര കട്ട വയ്ക്കേണ്ടി വന്നു? എത്ര കട്ട വയ്ക്കേണ്ടി വന്നു? 4 കട്ട വയ്ക്കേണ്ടി വരും. മനസ്സിലായ? 4 കട്ട വെച്ചാൽ നമ്മുടെ യൂട്ടാ. അപ്പൊ ഹീലിയത്തിന്റെ വെയിറ്റ് എത്രയാ? എത്രയാ? 4U അല്ലേ? പിന്നെ ആരാ? നൈട്രജൻ. അപ്പൊ എത്ര വയ്ക്കേണ്ടി വന്നു? 14 വയ്ക്കേണ്ടി വരും അല്ലെ? വെയിറ്റ് അറിയില്ലേ നൈട്രജന്റെ? പിന്നെ ആരാ? അറിയണ വാല്യൂസ് പറ. ക്ലോറിൻ. ക്ലോറിൻ വയ്ക്കുമ്പോ എത്രയാ? 35.5 വയ്ക്കേണ്ടി വരും അല്ലെ? ഈ വാല്യൂസ് ലിസ്റ്റ് ചെയ്യുന്ന ആളെ ഇത് പഠിക്കണം കേട്ടോ. അപ്പൊ ഹൈഡ്രജൻ ഓക്സിജൻ വേണ്ടേ? ഓക്സിജൻ എത്ര വയ്ക്കാതെ? ഓക്സിജന്റെ വാല്യൂ എത്രയാ? 16. ലിസ്റ്റ് ആക്കി കൊണ്ടുപോകാതെ ഓക്സിജന്റെ വാല്യൂ എത്രയാ? 16. പിന്നെ നിങ്ങൾക്ക് അറിയണൊക്കെ പറഞ്ഞ ഭാഷ എഴുതാം. ഓർമ്മയുള്ളതൊക്കെ പറഞ്ഞു. ഓക്സിജൻ. കാർബണിന്റെ വെയിറ്റ് എത്രയാ? കാർബണിന്റെ എത്രയാ? ഒക്കെ പറ. എത്ര വരിക? 14 ആണോ വരിക? കാർബണിന്റെ എത്രയാ? 12 അല്ലേ വരിക? 14 ആരുടെയാണ്? ഇനി കാർബൺ 14 ഉണ്ട് ഡെൽസ. കാർബൺ 14 ഉണ്ട്. തെറ്റല്ല പറഞ്ഞത്. വേറെ ഐസോട്ടോപ്പ് ഉണ്ട്. കാർബൺ 14 ഉണ്ട്, കാർബൺ 13 ഉണ്ട്, കാർബൺ 12 ഉണ്ട്. അതൊക്കെ നമ്മൾ കാണാം. അടുത്ത പടത്തിൽ കാണാൻ വേരിയേഷൻസ്. പൊതുവെ നമ്മൾ എത്ര പറയാറ്? ഈ കണക്ക് പ്രകാരം കാർബൺ എത്ര വേണ്ടി വരിക? 12 കണ്ടല്ലേ വേണ്ടി വരിക? ഓക്കെ. പിന്നെ നിങ്ങൾക്ക് അറിയണ പറയടാ. പിന്നെ ഇതാ ഈ ലിസ്റ്റ് ഒരു വലിയ ലിസ്റ്റ് ആക്കാനുള്ളതാണ് കേട്ടോ. എന്നാ മതി. ഇത് മതി. കണക്ക് ചെയ്യണതനുസരിച്ച് എന്ത് ചെയ്യാം? ആഡ് ചെയ്ത് വരാം. H2SO4. SO4 എന്ന് പറയുമ്പോൾ S എഴുതാം അല്ലെ? എസിന്റെ വാല്യൂ എത്രയാ? എസിന് എത്ര കട്ട വേണം? എവിടുന്നാ കിട്ടി? എസിന്റെ വാല്യൂ അറിയില്ലേ? ആർക്കും അറിയില്ലേ? ഒരാൾക്കറിയാത്ത പറയേ. 7 അത് ആറ്റമിക് നമ്പർ അല്ലേ? ഓക്സിജൻ 6 കഴിഞ്ഞാൽ 7 കേട്ടോ. 15 14 ആർക്കും അറിയില്ലേ? എത്രയൂലേ എസിന്റെ വാല്യൂ? 32. അത് അറിയാണ്ട് വരാൻ സാധ്യതയില്ലല്ലോ. സൾഫ്യൂരിക് ആസിഡ് ഒക്കെ പുത്തരി ഇഷ്ടം പോലെ ചെയ്തിട്ടില്ല അല്ലേ? H2SO4 വെയിറ്റ് എത്രയാ? 90. ഏതാ കൂട്ട? അത് ചെയ്യാൻ പഠിപ്പിക്കണില്ലേ ഇപ്പൊ? ഇല്ലടാ, അത് പഠിപ്പിക്കാണ്ട് മോൾ കോൺസെപ്റ്റ് പഠിപ്പിക്കണം. നിങ്ങള് തള്ളി കൊടുക്കുക അല്ലേ? അത് പഠിപ്പിച്ചിട്ടില്ല. H2SO4 ആണെങ്കിൽ ചെയ്യല്ലേ? മോൾ കോൺസെപ്റ്റ് പഠിച്ചിട്ടില്ലേ വിഭവത്തില്? അപ്പൊ പിന്നെ ഇത് പഠിക്കാണ്ട് എങ്ങനെയാ ചെയ്യാൻ പറ്റുക? ഇല്ലേ? പഠിച്ചിട്ടില്ലേ? എസ് ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ടാവും. ഇല്ല, ഇത്ര കൺസെപ്റ്റ് ഉണ്ടാവില്ല. അപ്പൊ ചിലപ്പോ അതായിരിക്കും. എഴുതോ? എന്തോ ആയിക്കോട്ടെ സാറേ. സൾഫർ എത്രയാ? 32.
കെമിസ്ട്രി കുറച്ച് നീളം വലിക്കൂട്ടാ അടുത്ത ക്ലാസ്സുകളിൽ. മോൾ കോൺസെപ്റ്റ് വരുമ്പോ നന്നായി ശ്രദ്ധിച്ചോളൂട്ടാ, കുറച്ച് പണിയുണ്ട്. ഇനി ഏതാ? സോഡിയം അറിയാലോ. സോഡിയത്തിന്റെ എത്രയാ അതിനകത്ത് പറഞ്ഞേ? സോഡിയം 13 11 ആറ്റമിക് നമ്പറാ. സോഡിയത്തിന്റെ പറയേ അറിയാ, ഓർമ്മയത് പോയതാ. സോഡിയം എത്രയാ? 2 ബാക്കി നിങ്ങൾ പറയാൻ നോക്കാൻ വേണ്ടിട്ട് ഇതാ. എത്ര? 23. ഇതെന്തത് വാല്യൂസ് കിട്ടാത്ത? മതി. ഇനിയിപ്പോ നമ്മൾ പ്രോബ്ലം ചെയ്യുന്നതിനനുസരിച്ച് ഈ ലിസ്റ്റ് എന്ത് ചെയ്യാം? കയറ്റി കൊണ്ടുവരാം. അവിടെ ഇത്തിരി സ്ഥലം വിട്ടേരും കേട്ടോ. ആ ലിസ്റ്റ് കുറെ എലമെന്റുകളുടെ ബൈഹാർട്ട് നമ്മൾ പഠിക്കണം. അടുത്ത എഴുതുക മോളിക്കുലാർ മാസ്. മോളിക്കുലാർ മാസ്. അപ്പൊ അതിന്റെ കുറച്ച് കണക്കുകൾ ചെയ്യാം. മോളിക്കുലാർ മാസ്. മോളിക്കുലാർ മാസ്. മോളിക്യൂൾ എങ്ങനെ ഉണ്ടാവുന്നേ? നേരത്തെ നമ്മൾ പറഞ്ഞു. എങ്ങനെയാ മോളിക്യൂൾസ് ഉണ്ടാവുന്നേ? ആര് ചേർന്നിട്ടാ? ആറ്റംസ് ചേർന്നിട്ട് അല്ലേ? അപ്പൊ മോളിക്യൂളിന്റെ മാസ് എങ്ങനെ കണ്ടെത്താം? ആ മോളിക്യൂളിലുള്ള ആറ്റംസിന്റെ എന്ത് കണ്ടാൽ മതി? മാസ് കണ്ടാൽ മതി അല്ലേ? അപ്പൊ മോളിക്കുലാർ മാസ് എന്തായിരിക്കും? ആറ്റമിക് മാസ് കണ്ടു. അപ്പൊ മോളിക്കുലാർ മാസ് എന്തായിരിക്കും? മോളിക്യൂളിലുള്ള ആറ്റങ്ങളുടെ മാസിന്റെ എന്ത്? കറക്റ്റാ, പറഞ്ഞോ. ഒന്ന് ഫിനിഷ് ചെയ്താൽ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളല്ലേ. മോളിക്യൂളിലുള്ള ആറ്റങ്ങളുടെ എന്ത് മാസം ഒക്കെ. ആറ്റങ്ങളുടെ മാസം എന്ത് ചെയ്യണം? എല്ലാം കൂടെ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ആഡ് ചെയ്യണ നല്ല വാക്ക് പറഞ്ഞേ. അഡീഷൻ. സയൻസിൽ പറ്റിയൊരു വാക്ക് പറയണ്ട. സം. എന്താണ് സം? അഡീഷൻ ഒന്നും തെറ്റൊന്നുമല്ല. ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ അഡീഷൻ ഒക്കെ പറഞ്ഞാൽ ശരിയന്നെ. ഇവിടുത്തെ ഒരു വാക്ക് കിട്ടാൻ വേണ്ടിട്ടാണ്. അപ്പൊ എന്താ മോളിക്കുലാർ മാസ്? സം ഓഫ് ആരാ? ആറ്റോമിക് മാസസ് ഇൻ എ മോളിക്യൂൾ. അതായത് ഒരു മോളിക്യൂളിലുള്ള ആറ്റങ്ങളുടെ മാസം മുഴുവൻ എന്ത് ചെയ്യുക? ആറ്റങ്ങളുടെ മാസം മുഴുവൻ എന്ത് ചെയ്യുക? സമ്മ ചെയ്യുക, കൂട്ടുക. അപ്പൊ എന്ത് കിട്ടും? മോളിക്കുലാർ മാസ് കിട്ടും. ഡെഫിനിഷൻ ആക്കി വെച്ച് മോളിക്കുലാർ മാസ് തൊട്ട് താഴെ എന്താ? ഒറ്റ വരി എഴുതുന്നുണ്ട്. എന്താ? സം ഓഫ് എന്താ നിങ്ങൾ പറയാത്ത? സം ഓഫ് ആരാ? സം ഓഫ് ആറ്റോമിക് മാസസ് പ്രസന്റ് ഇൻ ദ atomic masses of the elements present in a molecule. Sum of atomic masses of the elements present in a molecule. സംഗതി മനസ്സിലായി? അതൊക്കെ അറിയണ കാര്യങ്ങളുണ്ടോ? പുതിയതാണോ? പുതിയ കാര്യങ്ങൾ വന്നിട്ടുണ്ടാവില്ല ഇതുവരെ കെമിസ്ട്രിയില്? ഒന്നും വന്നിട്ടില്ല. ഒരു മോളിക്യൂളിലുള്ള ആറ്റങ്ങളുടെ മാസുകളുടെ മാത്രം. അവർ കാര്യം ചെയ്യാം. തൽക്കാലം മോളിക്കുലാർ മാസ് കണക്കാക്കാൻ പഠിക്കണം. കുറച്ചധികം ചെയ്യാം. ഇനി ഒരു കാൽക്കുലേറ്റർ എന്തെങ്കിലും സെറ്റ് ചെയ്തോ കേട്ടോ. പരീക്ഷയ്ക്ക് എന്താണ് ഉപയോഗിക്കാൻ പറ്റിയ ഫംഗ്ഷനുള്ള കാൽക്കുലേറ്റർ. വലിയ ഫംഗ്ഷനുള്ള കാൽക്കുലേറ്റർ കൊണ്ടുവച്ചാൽ ഇപ്പൊ കയറ്റാൻ ഇരിക്കില്ല കേട്ടോ. 82 MS താഴെയുള്ള കാൽക്കുലേറ്ററുകൾ എല്ലാവരും ഓരോന്ന് മേടിക്കുക. കാൽക്കുലേറ്റർ കൊണ്ടുവരാൻ പറയുന്നത് എന്ത് ചെയ്യുക? എല്ലാവരും കൃത്യമായിട്ട് കൊണ്ടുവരണം കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞു കുഞ്ഞു കാൽക്കുലേഷൻസ് അല്ലെങ്കിൽ ടൈപ്പ് ചെയ്യാൻ പഠിക്കണം കാൽക്കുലേറ്ററിൽ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ബ്രാക്കറ്റ്, പവർ, വേരിയബിൾസ് ഒക്കെ ടൈപ്പ് ചെയ്യാൻ പഠിക്കണം. അപ്പൊ ഒരു കാൽക്കുലേറ്റർ ഒക്കെ ഉണ്ടെങ്കിൽ എന്താ ആയിട്ട് കൊണ്ടുവന്നോളും. ശ്രദ്ധിക്കുക. അപ്പൊ കുറച്ച് മോളിക്കുലാർ മാസ് കണക്കാക്കാം. H2O മോളിക്കുലാർ മാസ് എങ്ങനെ കണക്കാക്കുക? ഇതിൽ ആരൊക്കെ ഉണ്ട്? H ഉണ്ട്, O ഉണ്ട്. H എത്ര ഉണ്ട്? ഒരു Hന്റെ വാല്യൂ എത്രയാ? അപ്പൊ 2 ഹൈഡ്രജൻ എത്ര വീതം? 1 വീതം. പ്ലസ് ഇനി ആരുള്ളത്? എത്ര ഓക്സിജൻ ഉണ്ട്? വേഗം പറയും. എത്ര ഓക്സിജൻ ഉണ്ട്? എത്ര ഓക്സിജൻ ഉണ്ട്? ജസ്റ്റ് ഒരെണ്ണം. എത്ര വീതാണ് അതിന്റെ വെയിറ്റ്? 16. അപ്പൊ എത്രയാ? 2 × 1 പ്ലസ് 1 × 16. അപ്പൊ എത്ര ആൻസർ? 18 U. കുഴപ്പമില്ലല്ലോ. ഇനി U എപ്പോഴും എഴുതില്ല, നമ്പർ എഴുതിപ്പോൾ വേഗം ചെയ്ത്. അപ്പൊ H2O ചെയ്യാം, NaCl ചെയ്യാം, NaOH ചെയ്യാം. ഇന്നത്തെ പണി ഇത് കഴിഞ്ഞ് നിർത്താം. NaOH ചെയ്യാം. C10H8 അതൊരു കാൽക്കുലേഷൻ വരാൻ വേണ്ടിയിട്ട് C10H8 നാഫ്തലിൻ അല്ലേ?
കഴിഞ്ഞാൽ ഏത് ചെയ്യാം, CaCl2 ചെയ്യാം. Cl വാല്യൂ അറിയോ? കാൽസ്യത്തിന്റെ വാല്യൂ 40 കേട്ടോ മക്കളെ. കാൽസ്യത്തിന്റെ വാല്യൂ എത്രയാ? 40. കാൽക്കുലേറ്റർ കൊണ്ടുവന്നു കേട്ടോ. മോൾ കോൺസെൻട്രേറ്റ് നാളേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന നാളോട്ട് കൊണ്ടുവന്നോ. 2 ദിവസം എക്സ്ക്യൂസ് തരാം. പിന്നെ എന്തായാലും മേടിച്ച് കൊണ്ടുവരണം കേട്ടോ. ഉണ്ടാവൂല്ലോ, ഞങ്ങളുടെ ചേട്ടന്മാര് ചേച്ചിമാരേക്ക് ഉണ്ടാവും. അടുത്ത് കൊണ്ടുവന്നാൽ CaCl2 ചെയ്യാം. ചെയ്ത് തുടങ്ങിക്കോട്ടെ, തന്നെ ചെയ്ത് തുടങ്ങിക്കോ. സംശയം ചോദിച്ചാൽ മതി. വാല്യൂസ് അവസാനം പറയാം, കുറച്ച് എഴുതിയിടാം. പിന്നെ ഏതാ? H2O2 പറയുക, H2SO4 പറയുക, SO2 പറയുക. പിന്നെ മഗ്നീഷ്യത്തിന്റെ വാല്യൂ 24 കേട്ടോ. കേട്ടോ ലിസ്റ്റ് കയറി വരുമ്പോൾ സ്ഥലം വിടാൻ പറഞ്ഞിരുന്നു. എനിക്ക് ആഡ് ചെയ്യാൻ നാളെ വരുമ്പോൾ പഠിക്കുന്നുണ്ട്. നാളെ വരുമ്പോൾ ഞാൻ ചോദിക്കൂട്ടാ മഗ്നീഷ്യം ക്ലോറൈഡിന്റെ കാണാം. ഓക്കെ, റൗണ്ടഡ് വാല്യൂസ് ആണ് നമ്മൾ പറയുന്നത് കേട്ടോ. അതൊക്കെ ഇങ്ങനെ കുറച്ച് സെക്ഷൻസ് ഉണ്ട്. അതുപോലെ Na2CO3 കാണാം, NaHCO3 കാണാം, സോഡിയം ബൈകാർബണേറ്റ് കാണാം. അല്ലേ മക്കളെ? സിൽവർ എഴുതിക്കോ. Ag സിൽവർ കേട്ടോ. 108 സിൽവറിൽ നമുക്ക് AgCl കാണാം. വേഗം ചെയ്തേ. NaCl വാഷ് ചെയ്യാൻ വേണമെങ്കിൽ എത്ര സോഡിയം? ഒരു സോഡിയം. ഇവിടെ ഒന്ന് ശ്രദ്ധിച്ച മക്കളെ, എല്ലാവരും ശ്രദ്ധിച്ചിട്ട് വാഷ് ചെയ്യാം. എത്ര സോഡിയം? എത്ര വീതം? ഒരു സോഡിയം എത്രയാ? ഒരു സോഡിയം എത്രയാ? ഉറക്കെ പറയടാ. 23 പ്ലസ് എത്ര ക്ലോറിനാ? ഒരു ക്ലോറിൻ. എത്ര വീത? അപ്പൊ എന്താ വരിക? 23 പ്ലസ് 35.5 എത്രയാ വന്നേ? 58.5 ആണോ? ഓക്കെ. സോഡിയം ഹൈഡ്രോക്സൈഡ് ഒരു സോഡിയം എത്ര വീത? എന്താ നിങ്ങൾ കണ്ടിരിക്കുന്നത്? വേഗം പറയേ. എത്ര സോഡിയ? എത്ര വീത? 23. എത്ര ഓക്സിജനാ? എത്ര ഓക്സിജനാ? ഒരു ഓക്സിജൻ. എത്ര വീതം? 16. എത്ര ഹൈഡ്രജനാ? എത്ര വീത? 1 വീതം. അപ്പൊ എത്ര? 23 പ്ലസ് 16 പ്ലസ് 1. അപ്പൊ എത്രയാ? 40 കിട്ടിയാ? ചെയ്തൂടെ? ബാക്കിയുള്ളത് അതുപോലെ ഫുള്ളാ ചെയ്തേ. എന്നിട്ട് നോക്കാം, ലാസ്റ്റ് നോക്കാം. ഈ മാസത്തെ ഫീസ് എല്ലാവരും എന്ത് ചെയ്യണം? ക്ലിയർ ചെയ്യണം കേട്ടോ. ആരും അയച്ചിട്ടില്ലല്ലോ ഫീസ്? ആദ്യത്തിനപ്പോ എത്ര അടച്ചാൽ മതി? 250 അടച്ചാൽ മതി കേട്ടോ. സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നാളത്തെ ക്ലാസ് എന്തായാലും മുടങ്ങരുത് കേട്ടോ. നാളെ മോൾ കോൺസെപ്റ്റിന്റെ സ്റ്റാർട്ടിംഗ് ആണ്. നാളത്തെ ക്ലാസ് മുടങ്ങിയ ഈ പാഠത്തിന്റെ ഒക്കെ തിരികെ കഴിഞ്ഞു കേട്ടോ. ഉള്ള കാര്യം പിന്നെ പറയാം. ലൈവായിട്ട് തന്നെ വന്നോ? റെക്കോർഡ് കേട്ട് നോക്കിയിട്ട് കാര്യമില്ല. അത് കാണുന്നില്ല, പക്ഷെ അറിയാം. വെറുതെ പിന്നെ ഒരു വേണ്ടി വന്നാൽ കാണാം എന്നുള്ള മോഡിൽ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. നാളത്തെ ക്ലാസ് എന്തായാലും വന്നോളൂ കേട്ടോ. നാളെ തൊട്ട് കെമിസ്ട്രിയുടെ ഭീകരരൂപം കാണാൻ പറ്റും. പതുക്കെ ഇത് കയറി വരുമ്പോൾ അതൊക്കെ പിന്നെ നിങ്ങൾ ട്രാക്കിലേക്ക് പോകും. ട്രാക്കിലേക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ എന്താ പ്രശ്നം ഉണ്ടാവും.
എന്തായിട്ടാ മകളെ ചെയ്തോ? എല്ലാ അവസാനം എല്ലാവരും എല്ലാ അവസാനം ഇനി ചെയ്യാണ്ടോ? ആരെങ്കിലും കഴിയാണ്ടോ? എല്ലാവരും കഴിഞ്ഞാ? എന്തായി? കഴിഞ്ഞിട്ടുണ്ടാവും കരുതണം. ചെയ്യാം. C10H8. C10 എന്ന് പറയുമ്പോൾ എന്താ വരിക? 10 കാർബൺ എത്ര വീതം? പറ. 12 വീതം. ഒരു ഹൈഡ്രജൻ അല്ല 8 ഹൈഡ്രജൻ എത്ര വീതം? 1 വീതം. അപ്പൊ എത്രയാ? 128 കിട്ടിയാ? കിട്ടിയില്ല? അടുത്ത CaCl2. ഒരു കാൽസ്യം എത്ര വീതം? എത്ര വീതം? 40 വീതം അല്ലേ? പ്ലസ് 2 ക്ലോറിൻ എത്ര വീതം? 35.5 വീതം. അപ്പൊ 40 പ്ലസ് 71 എത്രയാണ്? 121. 111. 111. H2O2. ഒരു ഹൈഡ്രജൻ അല്ല, എത്ര ഹൈഡ്രജനാ? 2 ഹൈഡ്രജൻ എത്ര വീതം? ഒന്ന് പറയടാ, അതൊക്കെ പറയേ. പിന്നെ 2 ഓക്സിജൻ എത്ര വീതം? 16 വീതം. 2 16 വീതം അല്ലേ? അപ്പൊ 2 + 16 എത്രയാ? അല്ല, 2 + 32 എത്രയാ? 34 കിട്ടിയിട്ടാ. H2SO4 98 കിട്ടിയിട്ടാ. 98 കിട്ടിയിട്ടാ. 50 കിട്ടിയേ. നോക്കാം. 2 ഹൈഡ്രജൻ അല്ലേ? 1 വീതം. അടിയിട്ടാണോ പറഞ്ഞേ? 98 അത് ചെയ്യാം നമുക്ക്. ഒരു സൾഫർ എത്ര വീതം? 32 വീതം അല്ലേ? പ്ലസ് 4 ഓക്സിജൻ എത്ര വീതം? 16 വീതം അല്ലേ? അപ്പൊ എന്താ വരിക? 2 + 32 + 64. 2 + 32 എത്രയാ? 96. 96 2 98. SO2. ഒരു സൾഫർ 32 വീതം. 2 ഓക്സിജൻ എത്ര വീതം?
എത്ര വിധ നിങ്ങൾ പറയടാ മക്കള്, വലിയ ആൾക്കാരായിട്ട് ഇരിക്കുന്നത്, ഞങ്ങളൊക്കെ വലിയ പുള്ളികളാണ്, അതുകൊണ്ടാണ് പറയാത്തത്. പക്ഷെ പറഞ്ഞു, അപ്പൊ പറയേ എത്ര വിധ അറിയണാണേലും പറയും. നിസ്സാര കാര്യങ്ങൾ നിസ്സാരാക്കല്ലേ. എത്ര പേര് അപ്പൊ 32 64 Na2CO3. 2 സോഡിയം എത്ര വിധ? 2 സോഡിയം എത്ര വീതം? പറഞ്ഞ 23 വീതം അല്ലെ. 2 സോഡിയം 23 വീതം. പിന്നെ ആരാളതില് ഒരു കാർബൺ എത്ര വീതം? ഒരു കാർബൺ 12 വീതം. എത്ര ഓക്സിജനാ? 3 ഓക്സിജൻ എത്ര വീതം? എത്ര വന്ന്? 46 പ്ലസ് 12 പ്ലസ് 48 കൂട്ടം എത്ര വന്ന്? 106 ആണോ? NaCO3 ഒരു സോഡിയം എത്ര വീതം? 23 വീതം. ഒരു ഹൈഡ്രജൻ എത്ര വീതം? 1 വീതം. ഒരു കാർബൺ എത്ര വീതം? 12. 3 ഓക്സിജൻ എത്ര വീതം? അപ്പൊ എത്ര വരിക? 23 പ്ലസ് 1 പ്ലസ് 12 പ്ലസ് 48 എത്രയാ? 84. കിട്ടിയിട്ടുണ്ടാവുമല്ലേ? കിട്ടാത്തവരുണ്ടാ? കിട്ടിയിട്ടതൊക്കെ ഏതാ? ഇതില്ല, കണ്ടില്ല. AgCl2 ഒരു സിൽവർ എത്ര വീത? എത്ര വീത? 108. നിങ്ങൾ എല്ലാവരും പറയണം മക്കളെ. മാഷ് സെറ്റിന്റെ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന പലരും പറയാത്തതിന്റെ കാരണം ഈ ഒരു കാര്യങ്ങളുള്ള മാഷ് പറയലുണ്ടാ. നമുക്ക് അറിയാം ഇതൊക്കെ എന്തിനാ ഞാൻ പറയുന്നത്. ഇതൊക്കെ നമ്മൾ 10 രൂപ ചെയ്താൽ വേണ്ടിട്ട് നമ്മൾ കുറെ കണ്ടിട്ടിരിക്കുന്നത്. അങ്ങനത്തെ മോളിൽ ഇരിക്കല്ലേ? മനസ്സിലായ? എനിക്കറിയാം നിങ്ങളുടെ മോള് കോൺസെപ്റ്റ് ഇതൊക്കെ അവിടെ പഠിച്ചിട്ടില്ല. 10 പഠിച്ചിട്ടില്ലല്ലേ? ഇത് ചെയ്യാൻ 10 പഠിച്ചിട്ടില്ലേ? ഇല്ലേ? പഠിച്ചിട്ട് പക്ഷെ അറിയാം നിസ്സാരല്ലേ. അത് നിങ്ങൾ കൂടെ പറയുമ്പോ കുറെ വാല്യൂസൊക്കെ വീണ്ടും എന്താ മൈൻഡില് കയറി വരും, ബൈഹാർട്ടാവും. ഒന്ന് പറഞ്ഞ് കറക്റ്റ് ആയിട്ട്. എത്ര ക്ലോറിനാ? എത്ര ക്ലോറിനാ? എത്ര വീത? 35.5 ചെയ്ത് നോക്കിയോ? 179.5 ഇല്ല 179. ഓക്കെ. ഇനി മഗ്നീഷ്യം എത്ര ഉണ്ട്? ഒരെണ്ണം. എത്ര ഒരു മഗ്നീഷ്യത്തിന്റെ വെയിറ്റ്? 24 പ്ലസ് എത്ര ക്ലോറിനാ? 2 എണ്ണം. എത്ര വീത? 35.5. അപ്പൊ 24 പ്ലസ് 70 ആണോ? ഒന്ന് അപ്പൊ എത്ര? 94. 71 വരും. സോറി 95. എത്ര? 95 തന്നെയാണോ? ഇതൊക്കെ എന്താ? ഇതിനൊക്കെ യൂണിറ്റ് എന്താ? കിലോയാണോ ഗ്രാമാണോ? അല്ല, ഇത് എത്ര എണ്ണത്തിന്റെ വെയിറ്റാ? ഒരെണ്ണത്തിന്റെ വെയിറ്റ് ആണ് കേട്ടോ. അതായത് ഒരു H2O മോളിക്യൂളിന്റെ വെയിറ്റ് ചോദിച്ചാൽ എത്ര യു ആ? ഒരു NaCl മോളിക്യൂളിന്റെ വെയിറ്റ് ചോദിച്ചാൽ എത്ര യു ആ? അങ്ങനെയാണ് ഇതിനെ മനസ്സിലാക്കണ്ടേ. പിടി കിട്ടിയ കുഴപ്പമില്ലല്ലോ. മോളിക്കുലർ ഫോർമുല കാൽക്കുലേറ്റ് ചെയ്യുന്ന ക്ലിയർ അല്ലേ എങ്ങനെയാന്നുള്ളത്? അപ്പൊ നാളത്തെ ക്ലാസ് അവധിയാക്കരുത്. നാളെ കഴിഞ്ഞ മറ്റന്നാ എന്ത് വെച്ചിട്ടുണ്ട്? പരീക്ഷ വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ക്ലാസ് കാണാത്തവരെ എന്ത് ചെയ്യുക? കണ്ടു തീർക്കുക. മേശം മെസ്സേജ് അയക്കുക കേട്ടോ. മറ്റന്നാളേക്ക് തീർക്കുക. പിന്നെ നാളെ വരുമ്പോ ഇന്നത്തെ കാര്യങ്ങൾ കംപ്ലീറ്റ് എന്ത് ചെയ്യുക? പഠിപ്പിച്ചു വരും. കുഴപ്പമില്ലല്ലോ. കൃത്യമായിട്ട് എന്ത് ചെയ്യുക? പഠിച്ചു വരും. കുറച്ച് കാര്യങ്ങളല്ലേ ഉള്ളൂ. 2 തവണ എന്തായാലും ചോദിക്കൂട്ടോ. ഏതാ? ഗേലൂസാക്കും അവഗാഡ്രോയും. അതാണ് ഇമ്പോർട്ടന്റ് ആയിട്ട്. ബാക്കി എടുത്ത് അത്രയ്ക്ക് എന്താ മെയിൻ സാധനങ്ങളല്ല. ഒക്കെ ബ്രാക്കറ്റിലല്ലേ ഡെഫിനിഷൻസിൽ എടുക്കണേ ആണോ? അത് കംപ്ലീറ്റ് എന്ത് ചെയ്യുക? നന്നായിട്ട് പഠിച്ചു വരിക. പിന്നെ നാളേക്ക് ഒരു കാര്യം കൂടെ പഠിക്കണം. ഈ വാല്യൂസ് നാളേക്ക് പഠിച്ചിട്ട് വരണം കേട്ടോ. ഇപ്പൊ എഴുതി വന്നിട്ടുള്ള വാല്യൂസ് എന്ത് ചെയ്യുക? നാളേക്ക് നിർബന്ധമായിട്ട് പഠിക്കണം. വാല്യൂസ് നാളെ ചോദിക്കും. നാളെ ചോദിച്ചു കിട്ടാത്തവർക്ക് മാഷിനെ തല്ലുകൊണ്ടിട്ട് ഉറപ്പാണ് കേട്ടോ. മനസ്സിലായ? നന്നായി പഠിച്ചിട്ട് വരിക. ഞാൻ പേടിപ്പിക്കല്ല. ഇനി പഠിച്ചു തുടങ്ങാം. സ്കൂൾ തുറക്കാറായില്ലേ? അപ്പൊ അത് എന്ത് ചെയ്യുക? കൃത്യമായിട്ട് പഠിക്കുക. സ്റ്റാർട്ടിങ്ങിൽ തന്നെ കറക്റ്റ് ആയിട്ട് പഠിച്ചു പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? ഭംഗിയായിട്ട് അവസാനിപ്പിക്കാം. താങ്ക് യു.